പോകുക എന്നതാണ് ഫ്രീ സ്റ്റൈലിൽ ചെയ്തു പോകേണ്ടത്. അസൈൻമെന്റ് മറക്കാതിരിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഫണ്ടമെന്റൽ പാർട്ട് 2 എന്നത് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പറഞ്ഞു പോയതിന്റെ മറ്റൊരു വശമാണ്. ഫണ്ടമെന്റൽ പാർട്ട് 1 എന്താ പറഞ്ഞത്? വ്യത്യസ്തമായ വാർത്തകൾ നമ്മൾക്ക് കിട്ടിയാൽ അതെങ്ങനെ വിലയിരുത്തണം, അത് വിലയിരുത്തുമ്പോൾ വ്യത്യസ്തമായ ആംഗിളിൽ നിന്ന് ചിന്തിക്കേണ്ടതിന്റെ പ്രസക്തി എന്ത്, എങ്ങനെയാണ് മറ്റ് ആംഗിളിൽ നിന്ന് ചിന്തിക്കുക, വാർത്ത മറക്കണം, അനുബന്ധ സാഹചര്യങ്ങൾ ചിന്തിക്കണം. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ട് തീരുമാനം എടുത്താൽ മതിയോ? പോരാ. അതിൻ്റെ കൂടെ നിർബന്ധമായും പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് ഇന്ന് പറയുന്നത്. നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നവരാണെങ്കിലും, ഒരു കച്ചവടം ചെയ്യുന്നവരാണെങ്കിലും ഒരു കച്ചവടം ചെയ്യാത്തവരാണെങ്കിലും, എന്നെയും നിങ്ങളെയും ലോകത്തുള്ള എല്ലാവരെയും നേരിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട 5 ശക്തികളെ കുറിച്ചാണ് ഇന്ന് ആദ്യം പറയാൻ പോകുന്നത്. മേജർ ഫൈവ്സ് ഓഫ് ദ വേൾഡ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. 5 പ്രധാനപ്പെട്ട ശക്തികൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ബാധിക്കുന്ന, ഒരു കച്ചവടം ചെയ്യാതെ വെറുതെ റോഡിൽ കൂടി നടന്നു പോകുന്നവരെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട 5 ശക്തികൾ. അങ്ങനെ ശക്തിയുണ്ടോ? എന്നെയും നിങ്ങളെയും ലോകത്ത് എവിടെ താമസിക്കുന്നവരെയും നേരിട്ട് ബാധിക്കുന്ന ശക്തി ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സുഹൃത്തുക്കളെ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ലോകത്ത് എവിടെ താമസിക്കുന്നവരാണെങ്കിലും നമ്മളെ നേരിട്ട് ബാധിക്കുന്ന 5 പ്രധാനപ്പെട്ട ശക്തികൾ, അത് 5 കറൻസികളാണ്. ഒന്നാമത്തത്, നോട്ട്സ് കുറിക്കുന്ന ശീലമുള്ളവർ ഒന്ന് കുറിക്കണം കേട്ടോ. ഒന്നാമത്തെ കറൻസി US ഡോളർ, എന്നെയും നിങ്ങളെയും നേരിട്ട് ബാധിക്കുന്നു. എങ്ങനെയെന്ന് ഞാൻ വരുന്നു. രണ്ടാമത്തത് യൂറോ, യൂറോപ്യൻ യൂണിയന്റെ കോമൺ കറൻസി ആകുന്ന യൂറോ. മൂന്നാമത്തത് ബ്രിട്ടീഷ് പൗണ്ട്, UK കറൻസി ആകുന്ന ബ്രിട്ടീഷ് പൗണ്ട്, GBP എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നു. GBP എന്നാണ് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. നാലാമത്തത് സ്വിസ് ഫ്രാങ്ക്, സ്വിറ്റ്സർലൻഡിന്റെ കറൻസി ആകുന്ന സ്വിസ് ഫ്രാങ്ക്. അഞ്ചാമത്തത് ജാപ്പനീസ് യെൻ. യഥാർത്ഥത്തിൽ ക്രമത്തിൽ നോക്കിയാൽ ജാപ്പനീസ് യെൻ കഴിഞ്ഞിട്ടാണ് സ്വിസ് ഫ്രാങ്ക് ഇമ്പാക്റ്റിലേക്ക് വരിക. വീണ്ടും ആവർത്തിക്കുകയാണ്, എന്നെയും നിങ്ങളെയും ലോകത്തുള്ള എല്ലാ വ്യക്തികളുടെയും, നമ്മൾ എവിടെ ജീവിക്കുന്നു, ഏത് രാജ്യത്താണ്, ഇതൊന്നും പരിഗണിക്കാതെ എല്ലാവരെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട 5 ശക്തികൾ. 1 US ഡോളർ, 2 യൂറോ, 3 ബ്രിട്ടീഷ് പൗണ്ട്, 4 ജാപ്പനീസ് യെൻ, 5 സ്വിസ് ഫ്രാങ്ക്. ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുക? നേരിട്ട് കണ്ടിട്ടില്ലാത്ത, നേരിട്ട് ഉപയോഗിച്ചിട്ടില്ലാത്ത സ്വിസ് ഫ്രാങ്ക് നമ്മളെ ബാധിക്കുമോ? ഉവ്വ്. ഒരു ബിസിനസ് ചെയ്യാത്തവരെയും ബിസിനസ് ചെയ്യുന്നവരെയും വെറുതെ നടക്കുന്നവരെയും ബാധിക്കുമെന്ന് പറയാൻ കാരണം, ഇവരെ മേജർ ഫൈവ്സ് ഓഫ് ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെ? മേജർ ഫൈവ്സ് ഓഫ് ദ വേൾഡ്. എന്തുകൊണ്ട് ഇവരെ മേജർ ഫൈവ്സ് എന്ന് വിളിക്കുന്നു? കാരണം ഈ 5 കറൻസികൾ ലോക കച്ചവട ക്രമത്തിൽ എല്ലാ രാജ്യങ്ങളെയും അവരുടെ സാമ്പത്തിക ശക്തികളെ നേരിട്ട് ബാധിക്കുന്നു. അതെങ്ങനെ? കാരണം ഈ 5 കറൻസികളെ കറൻസി ബാസ്ക്കറ്റ് ഓഫ് ദി വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ലോക കമ്പോളത്തിലെ എല്ലാ കച്ചവടങ്ങളും ക്രയവിക്രയങ്ങൾക്കും എപ്പോഴും എല്ലാ രാജ്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന 5 ഐറ്റംസ്. അതെന്താ അങ്ങനെ അവരെ വിളിക്കാൻ കാരണം? എന്തുകൊണ്ട് ഇന്ത്യൻ രൂപ അതിൽ വന്നില്ല? സുഹൃത്തുക്കളെ, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളുമായി ഇടപാട് നടത്താൻ വേണ്ടി വിദേശ കരുതൽ ശേഖരമുണ്ട്. വിദേശ കറൻസിയുടെ ഇന്ത്യ രാജ്യത്തുമുണ്ട്. നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമ്മൾക്ക് കരുതൽ ശേഖരമുണ്ട്. വിദേശത്ത് സാധനങ്ങൾ വാങ്ങണം, ക്രൂഡ് ഓയിൽ, നമുക്ക് വേണ്ട എണ്ണയുടെ ബഹുഭൂരിപക്ഷം വിദേശത്ത് വാങ്ങുകയാണ്. സ്വർണം, ഇന്ത്യ രാജ്യത്ത് ഉപയോഗിക്കുന്ന ബഹുഭൂരിപക്ഷം സ്വർണം വിദേശത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. അങ്ങനെ നമ്മളുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ വിദേശത്തുനിന്ന് വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ സ്വാഭാവികമായി കരുതൽ ശേഖരം, ഫോറിൻ കറൻസി കൊടുക്കണം. അമേരിക്കൻ ഡോളർ മാത്രമായി ഇന്ത്യയുടെ ഖജനാവിൽ സൂക്ഷിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമേ ഉള്ളൂ. അമേരിക്കയ്ക്ക് തകർച്ചയുണ്ടായാൽ അമേരിക്കൻ ഡോളർ മാത്രമാണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ അമേരിക്ക തകരുന്ന കൂട്ടത്തിൽ നമ്മളും തകരും. ലോകത്തൊരു രാജ്യത്തിനും സ്വന്തം രാജ്യത്തെ സുരക്ഷിതത്വം മറ്റൊരു രാജ്യത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന സാഹചര്യം ഇഷ്ടമല്ല. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കറൻസിയുടെ റിസർവിലേക്ക് വരുമ്പോൾ ഒറ്റ കറൻസി ഒരു കൂട്ടി വെക്കുന്ന പകരം ഒരു ഗ്രൂപ്പ് ഓഫ് കറൻസികളാണ് വെക്കുന്നത്. അതിനെയാണ് കറൻസി ബാസ്ക്കറ്റ് ഓഫ് ദ വേൾഡ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യ രാജ്യത്തും ഡോളർ മാത്രം സൂക്ഷിക്കുന്നതിന് പകരം യൂറോയും ബ്രിട്ടീഷ് പൗണ്ടും ഒക്കെ ആനുപാതികമായി സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് ഈ കറൻസികളെ സൂക്ഷിക്കുന്നു? എന്തുകൊണ്ട് ഇന്ത്യയുടെ കറൻസിയാകുന്ന ഇന്ത്യൻ രൂപ റിസർവിലേക്ക് വന്നില്ല? സുഹൃത്തുക്കളെ, ഒരു രാജ്യത്തിന്റെ കറൻസി റിസർവ് കറൻസി എന്ന് വിളിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ രാജ്യം റിസർവ് കൺട്രി ആയിരിക്കണം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു രാജ്യത്തിന്റെ കറൻസിയെ റിസർവ് കറൻസിയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം ആ രാജ്യം
റിസർവ് രാജ്യമായിരിക്കണം, റിസർവ് കൺട്രി ആയിരിക്കണം. റിസർവ് കൺട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം രാജ്യത്തെ ജനതയ്ക്ക് വരുന്ന 5 വർഷം മുതൽ 10 വർഷം വരെ ഒരു പുതിയ വരുമാനം കിട്ടിയില്ലെങ്കിലും ജീവിച്ചു പോകാൻ വേണ്ട വരുമാനം ഉണ്ടാക്കിയ സാഹചര്യത്തിനെയാണ് റിസർവ് കൺട്രി എന്ന് വിളിക്കുക. വീണ്ടും പറയാം, ഒരു രാജ്യത്തെ ജനതയ്ക്ക് അവിടെ പുതിയ വരുമാനമൊന്നും ഉണ്ടായില്ല, എന്താ പറയുക, വികസനങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല, അവിടെ ആളുകൾക്കൊന്നും വരുമാനമില്ല എങ്കിലും സ്വന്തം രാജ്യത്തെ ജനതയ്ക്ക് 5 വർഷം മുതൽ 10 വർഷം വരെ സുരക്ഷിതമായി ജീവിച്ചു പോകാൻ വേണ്ട സാഹചര്യം ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യങ്ങളെയാണ് റിസർവ് കൺട്രികൾ എന്ന് വിളിക്കുക. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കറൻസികളെയാണ് റിസർവ് കറൻസികൾ എന്ന് വിളിക്കുക. അത്രയും റിസർവ് ഉണ്ടായാൽ മാത്രം ഗ്ലോബൽ റിസർവിലേക്ക് വരുമോ? ഇല്ല. അത് മാത്രം പോരാ, അക്കൂട്ടത്തില് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങൾക്കും, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ പലതും ഒരുപാട് റിസർവ് ഉണ്ട്. സ്വന്തം രാജ്യത്തെ ജനതയ്ക്ക് ഭക്ഷണത്തിന് മാത്രമല്ല, വെള്ളത്തിന് ദൗർബല്യമുള്ള പ്രദേശമായതുകൊണ്ട് വെള്ളവും കരുതൽ ശേഖരത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ഗ്ലോബൽ റിസർവിലേക്ക് വന്നില്ല? സുഹൃത്തുക്കളെ, അതിന് രണ്ടാമത്തെയും മൂന്നാമത്തെയും കണ്ടീഷൻ തിരിച്ചറിയണം. സ്വന്തം രാജ്യത്തിന് റിസർവ് ഉണ്ടായാൽ മാത്രം പോരാ, ജനാധിപത്യ പ്രക്രിയയിൽ കൂടി തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റ് ഉള്ള സ്ഥലമായിരിക്കണം. ഗൾഫ് രാജ്യങ്ങളിലെ ബഹുഭൂരിപക്ഷത്തിന്റെ പ്രത്യേകത മൊണാർക്കിക്കൽ ഭരണമാണ്, രാജ്യഭരണമാണ്. ജനാധിപത്യ പ്രക്രിയ സിസ്റ്റമാറ്റിക് നടക്കുന്നില്ല. ചൈനയുടെ കറൻസി യുവാൻ. ചൈനയുടെ കറൻസി ഇപ്പോൾ ലോകത്ത് അങ്ങോളം ഇങ്ങോളം ചൈനയുമായി കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മേജർ ഷെയറിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിലും പൂർണ്ണ തോതിൽ ചൈനീസ് യുവാൻ ഗ്ലോബൽ റിസർവിലേക്ക് വന്നില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, ജനാധിപത്യ പ്രക്രിയ ഇല്ല എന്നതാണ് വെസ്റ്റേൺ രാജ്യങ്ങൾ അതിന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോ ജനാധിപത്യ പ്രക്രിയ ഉണ്ടായാൽ തീർന്നു. അപ്പൊ റിസർവ് വേണം, ഡെമോക്രാറ്റിക്കായ സംവിധാനം വേണം. 3, കക്ഷി രാഷ്ട്രീയം മാറുന്നത് കണക്കാക്കി രാജ്യത്തിന്റെ പോളിസികൾ മാറാൻ പാടില്ല. രാജ്യത്തിന്റെ പൊതു സംവിധാനങ്ങൾ അത് ജനറിക്കായി നിൽക്കണം. കൂട്ടത്തിലോ നിയമ സംവിധാനത്തില് ഒരു രാജ്യത്തിന്റെ നിയമം ലോകത്തെ എല്ലാ ജനതയ്ക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും തുല്യനീതി വിഭാവനം കൂടി ചെയ്താൽ മാത്രമേ അതിന് റിസർവ് ഗണത്തിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇത്തരം സംവിധാനങ്ങൾ ചിട്ടപ്പെടുത്തിയവർ അവർക്ക് അനുകൂലമായ രീതിയിൽ നിയമ സംവിധാനങ്ങൾ ചിട്ടപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ മേജർ 5 എന്ന് വിളിക്കുന്ന 5 കറൻസികൾ ഗ്ലോബൽ റിസർവിലേക്ക് വന്നത്. അല്ലാതെ ഈ 5 കറൻസികൾ കാലാകാലം സമ്പത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നെന്ന് അർത്ഥമില്ല അതിന്. എങ്ങനെയാണ് ഈ 5 കറൻസികൾ മേജർ കറൻസികളായി മാറിയതും റിസർവ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു റിസർവ് ഗണത്തിലേക്ക് വരികയും ഞാനും നിങ്ങളും ഒക്കെ നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ ബാധിച്ചു വരാം? ഇവിടെ എനിക്ക് പ്രധാനപ്പെട്ട ചോദ്യം എന്താ അറിയോ? എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് സ്വന്തമായ റിസർവ് ഉണ്ടായി? എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ കറൻസിയാകുന്ന ഇന്ത്യൻ രൂപയെ ഗ്ലോബൽ റിസർവിലേക്ക് വരുത്തിയില്ല? എന്തുകൊണ്ട് നമുക്ക് ആ റിസർവ് ഇല്ല? ഏത് റിസർവ്? സ്വന്തം ജനതയ്ക്ക് 5 വർഷം മുതൽ 10 വർഷം വരെ സുരക്ഷിതമായി ജീവിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യം, അതിനുള്ള കരുതൽ ശേഖരം എന്തേ നമുക്കില്ലാണ്ടായിപ്പോയി? ഓരോ രാജ്യവും ആ തലത്തിലേക്ക് എത്താൻ വേണ്ടി അവർക്ക് അവരുടേതായ ഒരു ബാക്ക് ബോൺ ഉണ്ട്, നട്ടെല്ലുണ്ട്. എന്താണ് രാജ്യത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ? അത് രാജ്യത്തിന് മാത്രമല്ല കേട്ടോ. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കച്ചവടം നടത്തുന്ന വിചാരിക്കുക. ഒരു കമ്പനിയുടെ ഷെയർസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്. ആ കമ്പനി നിങ്ങൾ കച്ചവടം ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കാൻ സ്വാഭാവികമായും നിങ്ങൾ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ആ കമ്പനിയുടെ ബാക്ക് ബോൺ. ഈ കമ്പനിയുടെ ബാക്ക് ബോൺ എന്ത്? രാജ്യത്തിന്റെ ബാക്ക് ബോണോ? അങ്ങനെയുണ്ടോ? മനുഷ്യന്മാർക്കല്ലേ ബാക്ക് ബോൺ എന്ന് പറയാ. സുഹൃത്തുക്കളെ, രാജ്യത്തിന്റെ ബാക്ക് ബോണിനെ കുറിച്ച് പറയാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തെ കുറിച്ച് പറയാം. ഇന്ത്യ രാജ്യത്തിന്റെ ബാക്ക് ബോൺ എന്താണ്? നമ്മളുടെ നാട്ടില് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടിൽ എന്താണ്? കൃഷിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം തുടങ്ങി വെച്ച പഞ്ചവത്സര പദ്ധതികൾ, ആ പഞ്ചവത്സര പദ്ധതിയുടെ ചൂട് പിടിച്ചുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റി. നമ്മളുടെ അച്ഛന്റെ അച്ഛനും ഒക്കെ കാർഷിക മേഖലയിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടി. ആ വരുമാനം അവർ നമ്മളുടെ വിദ്യാഭ്യാസത്തിന് ചെലവഴിച്ചു. നമ്മളുടെ വിദ്യാഭ്യാസത്തിന് ചെലവഴിച്ചപ്പോൾ നമുക്ക് പുതിയ കാലഘട്ടത്തിന്റെ സർവീസ് മേഖലയിലേക്ക് ജോലി ചെയ്യാൻ പ്രാപ്തരായി മാറി.
അങ്ങനെ നമ്മൾ സർവീസ് മേഖലയിലേക്ക് ജോലി ചെയ്യാൻ നമ്മൾ പ്രാപ്തരായപ്പോൾ ഇന്ത്യ രാജ്യത്ത് സർവീസ് മേഖല വലിയ വികസനം ഉണ്ടായി. ഇന്നങ്ങനെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സർവീസ് മേഖലയുടെ സംഭാവന വലുതായി മാറിയിരിക്കുന്നു. ഒരു സീക്വൻസ് ആണ്. ഇപ്പൊ പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായിട്ടാണ് കാർഷിക മേഖല വികസിച്ചതും അതിനെ തുടർന്ന് നമ്മളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുകയും അത് അടുത്ത തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇന്നും ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷമാകുന്ന ജനത, നമ്പർ ഓഫ് ആളുകൾ നോക്കിയാൽ ഒന്നുകിൽ കൃഷി, അനുബന്ധമായ മേഖലയിൽ പ്രവർത്തിച്ചു പോകുന്നു എന്നതുകൊണ്ട് ഇന്ത്യയുടെ ബാക്ക് ബോൺ കൃഷി തന്നെ. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വെറും മണൽ കൂമ്പാരത്തിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ നഗരങ്ങൾ കെട്ടിപ്പടുക്കാൻ പറ്റി. എങ്ങനെയാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് അത് സാധിച്ചത്? അതിന്റെ പിറകിൽ ഒരു കഥയുണ്ടല്ലോ. ഒറ്റ കഥയുള്ളൂ. എന്താ കഥ? ക്രൂഡ് ഓയിലാണ് കഥ. മണ്ണിനടിയിൽ നിന്ന് ചെലവ് കുറഞ്ഞ രീതിയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ക്രൂഡ് ഓയിലിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുകയും ആ ക്രൂഡ് ഓയില് ലോകത്ത് അങ്ങോളം ഇങ്ങോളം കമ്പോള രൂപത്തിൽ കമ്പോളം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തപ്പോൾ വളരെ കൃത്യമായി നല്ല രീതിയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനും അതിന്റെ ഭാഗമായി വികസനം ഉണ്ടാക്കിയെടുക്കാനും പറ്റി. ക്രൂഡ് ഓയിലാണ് മിഡിൽ ഈസ്റ്റിന്റെ ബാക്ക് ബോൺ. ഇത് രണ്ടെണ്ണം ഉദാഹരണം പറഞ്ഞ എന്തിനാണെന്നറിയോ? ഇനി നിങ്ങളോടാ ചോദ്യം. തുടങ്ങി വെച്ചതാണ്. ഇനി ചോദ്യം നിങ്ങളോടാണ്. ഇന്ന് ഫണ്ടമെന്റൽ ആണ് കേട്ടോ. പാർട്ട് 2 റീസണിംഗ് ആണ്. നിങ്ങളുടെ ഉത്തരങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, ആ ചിന്തകളെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ പൂർണ്ണ രൂപം നമ്മൾ ചിട്ടപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, നാളത്തെ ക്ലാസ്സിന്റെ ദിവസം ഒന്ന് പറഞ്ഞു പോകട്ടെ. ശനിയാഴ്ച ഞായറാഴ്ചയാണല്ലോ, നാളെ മറ്റന്നാളും. സുഹൃത്തുക്കളെ, ശനി ഞായർ നടക്കുന്ന ക്ലാസ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ. ഇന്ന് വരെ പോകുന്ന തിയററ്റിക്കൽ ഭാഗത്തിനെ തിങ്കൾ മുതൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ 100% ഉറപ്പുള്ള അവസരമായി വെറും 5 മിനിറ്റ് ഉപയോഗിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ തയ്യാറാക്കുന്ന സെഷൻസ് ആണ് നാളെയും മറ്റന്നാളും. അതാണ് മിക്സിംഗ് എന്ന് പറയും. കൃത്യമായി പഠിച്ച കാര്യങ്ങളെ മിക്സ് ചെയ്ത് തീരുമാനമെടുക്കുന്ന മനസ്സിനെ ഉൾപ്പെടെ തയ്യാറാക്കി പോകുന്ന സെഷൻ. ഒരു കാരണവശാലും 1 മിനിറ്റ് പോലും മിസ്സാക്കരുത് കേട്ടോ നാളത്തെ മറ്റന്നാളത്തെ സെഷൻ. അതിന്റെ എന്താ പറയാ, സ്ഥിരാകേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു കണ്ടന്റ് ആണ് അതിന് നാളെ മറ്റന്നാളും വരുന്നത്. സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചു പോകുക. ഈ 5 രാജ്യങ്ങൾ തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ US ഡോളർ, യൂറോ, ബ്രിട്ടീഷ് പൗണ്ട്, ജാപ്പനീസ് യെൻ, സ്വിസ് ഫ്രാങ്ക്, ഈ 5 കറൻസികളുടെ ബാക്ക് ബോണിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഉത്തരം വേണ്ടത്. സുഹൃത്തുക്കളെ, എന്താണ് ഈ അമേരിക്ക എന്ന ശക്തി? എന്തുകൊണ്ട് അമേരിക്ക വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കുത്തനെ പോകുന്നു? നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. എന്തുകൊണ്ടാണ് അമേരിക്ക, എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് വല്ലാതെ വികസിച്ചുകൂടാ? ലോകത്തെല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കിട്ടിയ അമേരിക്കയിൽ ജോലി കിട്ടിയേ കൊള്ളാം, അമേരിക്കയിൽ ബിസിനസ് കിട്ടിയേ കൊള്ളാം, അമേരിക്കയിൽ എത്തിപ്പെട്ടാൽ കൊള്ളാം. എന്താണ് ഇത്ര വലിയ അമേരിക്ക? ഏത് തകർച്ച ഉണ്ടായാലും അമേരിക്ക പിന്നെ ആദ്യം കയറി വരും. ലോകത്തിന് നിയന്ത്രിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പ്രസംഗിച്ചാൽ ഇന്ത്യയിലും മാത്രമല്ല ലോകത്ത് അങ്ങോളം ഇങ്ങോളം അലയടി ഒരിക്കുന്നു. എന്താണ് ഈ അമേരിക്ക? സുഹൃത്തുക്കളെ, എൻ്റെ ചോദ്യം നിങ്ങളോടാണ്. എന്താണ് അമേരിക്കയുടെ ബാക്ക് ബോൺ? ഇന്ത്യയുടെ ബാക്ക് ബോണിനെ കുറിച്ചും മിഡിൽ ഈസ്റ്റിന്റെ ബാക്ക് ബോണിനെ കുറിച്ചും പറഞ്ഞത് ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഒരു റീസൺ കിട്ടാൻ, നിങ്ങൾക്കൊരു ആശയം കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ് സുഹൃത്തുക്കളെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ബാക്ക് ബോൺ? എന്തുകൊണ്ടാണ് അവർ എപ്പോഴും വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കുതിക്കുന്നത്? ഈ ബാച്ചിൽ ആദ്യമായി പങ്കെടുക്കുന്നവരോടാണ് എൻ്റെ ചോദ്യം. ഹലോ, എന്താണ് അമേരിക്കയുടെ ശക്തി? ഹലോ. ഇൻവെൻഷൻ, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യവും ഇൻവെൻഷനും. വെരി ഗുഡ്. മറ്റെന്തെങ്കിലും ഉണ്ടോ? മറ്റാർക്കെങ്കിലും ആശയങ്ങൾ? ഇത്രയുള്ളോ? അമേരിക്ക ആയുധ കച്ചവടം, ടെക്നോളജിയിലെ മികവ്. വെരി ഗുഡ്. മറ്റെന്തെങ്കിലും? ഡോളറിന്റെ ശക്തി, ബിസിനസ്സിനുള്ള എൻവയോൺമെന്റ്. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ 100% ശരി. എന്റെ ചോദ്യം എന്താ അറിയോ? എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് ടെക്നോളജി ഉണ്ടായി? എന്തേ മറ്റുള്ളവർക്ക് ആ ടെക്നോളജി ഉണ്ടാക്കിക്കൂടാ? എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് ബിസിനസ് എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ പറ്റി? എന്തേ മറ്റുള്ളവർക്ക് ഉണ്ടാക്കിക്കൂടാ? എന്തേ അമേരിക്കയ്ക്ക് ആയുധങ്ങൾ വിൽപ്പന നടത്താൻ പറ്റുന്നു? മറ്റുള്ളവർക്ക് എന്തേ അതിനേക്കാൾ മികവുറ്റ ആയുധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ലേ? അതിനൊരു കഴിവില്ലേ, ബുദ്ധിയില്ലേ? എന്തുകൊണ്ട്? എന്താണ് അമേരിക്ക എല്ലാത്തിലും, എല്ലാ മേഖലയിലും, റിസർച്ചിന്റെ മേഖലയിൽ എന്താണ് അമേരിക്കയ്ക്ക് മാത്രം? മറ്റ് രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ ഓവർ റൂൾ ചെയ്തുകൂടാ? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ 100% ശരി. അപ്പൊ എന്തുകൊണ്ട് അവർക്കത് കിട്ടി? എന്തേ ഇന്ത്യക്ക് അത് ചെയ്തുകൂടാ? എന്തേ മറ്റു രാജ്യത്തിന് ചെയ്തുകൂടാ? അവരെക്കാൾ മികവ് എത്തിക്കൂടെ?
ഇത് കാരണം ഉണ്ടാവണ്ടേ? അവിടെയാണ് ആ ബാക്ക് ബോണിന്റെ വ്യത്യാസം. അവർക്ക് അവിടെ എന്തോ ഒരു മാറ്റമുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബാക്ക് ബോൺ അവിടെ ഉണ്ട്. ആ ബാക്ക് ബോണിനെ കുറിച്ചാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് 100% ശരി. അതിന്റെ അടുത്ത ഘട്ടം അല്ലെങ്കിൽ അതിലേക്ക് എത്തിയത്, അതിലേക്ക് എത്താൻ കാരണം അതാണ് അവരുടെ ബാക്ക് ബോൺ. ഇന്ത്യയിൽ ഇപ്പോൾ സർവീസ് മേഖല വികസിച്ചു. അതിന്റെ അടിസ്ഥാന കാരണം കാർഷിക മേഖല. കൃഷി വെറുതെ ഉണ്ടായതാണോ? പഞ്ചവത്സര പദ്ധതികളുടെ ഒരു പദ്ധതി തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ തന്നെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോയത്. സുഹൃത്തുക്കളെ, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ബാക്ക് ബോൺ ഓഫ് US എക്കണോമി എന്ന് പറയുന്നത് ഈ പറഞ്ഞ വികസനങ്ങളുടെ ഒക്കെ അടിസ്ഥാനമായി മാറുന്നത് രണ്ട് ഭാഗമായി തരംതിരിച്ച് നമ്മൾ ചർച്ച ചെയ്തു പോകാം. ഒന്ന്, 1940-കൾക്ക് ശേഷമുള്ള അമേരിക്കയുടെ വളർച്ച, അതിവേഗതയിലുള്ള വളർച്ചയായിരുന്നു 40-കൾക്ക് ശേഷം. മറ്റൊന്ന്, 1940-കൾക്ക് മുൻപുള്ള അമേരിക്കയുടെ വളർച്ച, അത് സ്ലോ പേസ് ആണെങ്കിലും ഭയങ്കര ദൈർഘ്യമുള്ള ഒരു വളർച്ചയുടെ കാലഘട്ടം എന്ന് പറയേണ്ടി വരും. എന്താ 40-കളുടെ പ്രത്യേകത? സെക്കൻഡ് വേൾഡ് വാർ 1939 ആ പകുതിയോടുകൂടി തുടങ്ങുമ്പോൾ അത് യൂറോപ്പിലാണ് തുടങ്ങിയത്. യൂറോപ്പിന്റെ അന്നത്തെ പ്രത്യേകത എന്താ? ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളാണ്. 1940-കൾക്ക് മുമ്പ് ലോകക്രമത്തിലെ ഏറ്റവും ശക്തന്മാരെന്ന് ചോദിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളാണ്. UK, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്പെയിൻ, പോർച്ചുഗൽ, ഇവരൊക്കെ ലോകത്തിന്റെ നാനാഭാഗത്ത് ബഹുഭൂരിപക്ഷം രാജ്യങ്ങളെയും കോളനികളാക്കി വെച്ചുകൊണ്ട് ഭരിച്ചിരുന്ന കാലഘട്ടം. ഇന്ത്യ UK-യുടെ കോളനി ആയിരുന്നല്ലോ. അങ്ങനെ കച്ചവടത്തിന്റെ രൂപത്തിലും വ്യത്യസ്തമായ ചൂഷണത്തിന്റെ രൂപത്തിലൊക്കെ ചരിത്രത്തിൽ പല രീതിയിൽ പറയുന്നത് പോലെ ഈ രാജ്യങ്ങളൊക്കെ ലോകത്തിന് നാനാഭാഗത്തു നിന്നുള്ള സമ്പാദ്യം മുഴുവൻ ആ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി. യൂറോപ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ ശക്തികൾ. സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങിയപ്പോഴോ യൂറോപ്പിലാണ് തുടങ്ങിയത്. തുടക്കത്തിൽ വിചാരിച്ചു ഇത് പെട്ടെന്ന് തീരുമെന്ന്. 40 കഴിഞ്ഞു, 41-ലേക്ക് എത്തി. 1941 എത്തിയപ്പോഴേക്ക് ഈ രാജ്യങ്ങൾക്ക് ചെറിയൊരു പേടി തുടങ്ങി. ഇതെന്താണ് അവസാനിക്കാത്തതിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വേറെ വേറെ രാജ്യങ്ങളിൽ ജനതയും യൂറോപ്പിൽ വന്ന് ഫിസിക്കലി യുദ്ധം ചെയ്യാണ്. 42-43 എത്തുമ്പോഴേക്ക് അന്നത്തെ അതിസമ്പന്നനായ UK-യും ഫ്രാൻസും ഇറ്റലിയും ഒക്കെ ഒരു കാര്യം തീരുമാനിച്ചു: ഈ യുദ്ധം അവസാനിക്കില്ല. മാത്രമല്ല, ഈ യുദ്ധത്തിന്റെ തുടർച്ച എന്ന നിലയിൽ ഞങ്ങളുടെ ഖജനാവിൽ സൂക്ഷിച്ചിരിക്കുന്ന അതിസമ്പന്നമായ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നത് ഉൾപ്പെടെ സ്വർണവും വിലപിടിപ്പുള്ള രത്നങ്ങളൊക്കെ ഉൾപ്പെടെ ഏത് സമയത്തും കൊള്ളയടിക്കപ്പെടാം. കാരണം യുദ്ധം കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ സമ്പാദ്യമൊക്കെ എവിടെ സുരക്ഷിതമായി സൂക്ഷിക്കണം. എവിടെയായാലും ശരി, കുഴപ്പമില്ല, സുരക്ഷിതമായി സൂക്ഷിക്കണം. അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് സമ്പാദ്യമില്ലാതെ മാറാം. അവരങ്ങനെ അന്വേഷിച്ചു, സുരക്ഷിതമായ സ്ഥലത്തെക്കുറിച്ച് കണ്ടെത്തി. ആ കണ്ടെത്തിയ സ്ഥലമാണ് അമേരിക്ക. എന്താ അമേരിക്കയുടെ പ്രത്യേകത? അമേരിക്കയുടെ പ്രത്യേകത ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. യൂറോപ്പിൽ നിന്ന് ഒരുപാട് ദൂരെ. അന്നത്തെ കാലത്തെ ടെക്നോളജിക്ക് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ എത്തുക അത്ര എളുപ്പമായിരുന്നില്ല. മറ്റൊന്ന്, അമേരിക്കൻ ജനത യൂറോപ്യൻ ചിന്താഗതിയുള്ള ജനത, യൂറോപ്യൻ സംസ്കാരത്തിൽ രൂപപ്പെട്ട ജനത, സമചിന്താധികാരായ ജനത. അതുകൊണ്ട് തന്നെ അമേരിക്കയാണ് നല്ലത് സൂക്ഷിച്ചു വെക്കാൻ. 1943 UK-യും ഫ്രാൻസും ഇറ്റലിയും ഒക്കെ അമേരിക്കയോട് ചോദിച്ചു, ഞങ്ങളുടെ സമ്പാദ്യമൊക്കെ സൂക്ഷിക്കാമോ? അമേരിക്ക പറഞ്ഞു, 100% സൗജന്യമായി സൂക്ഷിക്കാം. ഒറ്റ കണ്ടീഷൻ മാത്രം: നിങ്ങൾ തരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്ത് വിലയുണ്ടെന്ന് വിലയിടേണ്ടത് ഞങ്ങളുടെ കറൻസിയാകുന്ന US ഡോളറിന് അഗൈൻസ്റ്റ് ആയിരിക്കണം. കാരണം നിങ്ങൾ തരുന്ന വസ്തുക്കളുടെ തിരിച്ചെടുക്കാൻ നേരത്തെ എന്ത് മൂല്യമുണ്ടെന്ന് അറിയണമെങ്കിൽ ഡോളറിൽ വിലയിടണമെന്ന്. സുഹൃത്തുക്കളെ, 1943 ബ്രിട്ടൻ വുഡ് ട്രീറ്റി ഉണ്ടാക്കുന്നത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ബ്രിട്ടൻ വുഡ് ട്രീറ്റി 1943 മുമ്പ് ഗ്ലോബൽ കറൻസി എന്നത് ഡോളർ ആയിരുന്നില്ല. പിന്നെയോ ബ്രിട്ടീഷ് പൗണ്ട് ആയിരുന്നു. UK-യുടെ കറൻസി ആകുന്ന ബ്രിട്ടീഷ് പൗണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ കോളനികളുള്ള രാജ്യം എന്ന നിലയിൽ ഇവരെവിടെയൊക്കെ പോയോ അവിടെയൊക്കെ ബ്രിട്ടീഷ് പൗണ്ട് കോമൺ ആയി ഉപയോഗിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന കറൻസിയായി ബ്രിട്ടീഷ് പൗണ്ട് മാറി. അങ്ങനെ അത് ഗ്ലോബൽ കറൻസി രൂപീകരണത്തിലേക്ക് വന്നു. ആ ഗ്ലോബൽ കറൻസിയുടെ സ്റ്റേറ്റസ് 43 യുദ്ധത്തിന്റെ ഭാഗമായി UK-ക്ക് നഷ്ടപ്പെട്ടതാണ്. UK-ക്ക് സെക്കൻഡ് വേൾഡ് വാറിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടം.
ബ്രിട്ടൻ വുഡ് ട്രീറ്റിയുടെ ഭാഗമായി അമേരിക്കൻ ഡോളറിനെ ഗ്ലോബൽ കറൻസിയുടെ ഗണത്തിലേക്ക് മാറുകയും ലോകത്തുള്ള കച്ചവടങ്ങൾ എല്ലാം തന്നെ അമേരിക്കൻ ഡോളറിനെ അടിസ്ഥാനമാക്കി വിലയിടുന്ന സംവിധാനത്തിലേക്ക് നിർബന്ധിതമായ സാഹചര്യം എത്തിച്ചു. അവിടുന്നാണ് അമേരിക്കൻ ഡോളർ ലോകത്തിന് നിയന്ത്രിച്ചു തുടങ്ങിയത്. എല്ലാ കച്ചവടം, ലോകത്ത് ആര് കച്ചവടം നടത്തിയാലും അമേരിക്കൻ ഡോളറിന് ലാഭം ഉണ്ടാകുന്ന പരിപാടി. ഇത് നമ്മൾക്ക് അമേരിക്കയുമായിട്ട് കച്ചവടം നടത്തണ്ട, ലോകത്ത് ആര് തമ്മിൽ അമേരിക്കൻ ഡോളർ ഉപയോഗിച്ച് കച്ചവടം നടത്തുന്നുണ്ടോ അവർക്ക് അതിലൊരു ലാഭം കിട്ടിയിരിക്കും. അപ്പൊ എല്ലാ സെക്കൻഡിലും ഇങ്ങനെ വരുമാനം വരുന്ന രാജ്യം. കമോൺ, എന്ത് രസാണത്. 43 ഈ ബ്രിട്ടൻ വുഡ് ട്രീറ്റിയാണ് അമേരിക്കയുടെ വളർച്ചയുടെ ഈ അവസാനത്തെ ഫേസ് എന്ന് പറയുന്ന അതിവേഗതയിലുള്ള എത്തിയത്. പിന്നെ സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചെങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹിരോഷിമയിലും നാഗസാക്കിയിലും ലിറ്റിൽ ബോയ് ആൻഡ് ഫാറ്റ് മാൻ എന്നുള്ള പേരുള്ള ബോംബുകൾ വർഷിച്ചുകൊണ്ട് സെക്കൻഡ് വേൾഡ് വാർ അവസാനിപ്പിക്കുന്ന, മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഇതുപോലെയുള്ള ബോംബുകൾ നിങ്ങളുടെ നഗരങ്ങളിലും വന്നു വീഴും യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ. ഇതായിരുന്നു മെസ്സേജ്. ലോകം നടുങ്ങി, യുദ്ധം അവസാനിച്ചു. ഫിസിക്കലി യുദ്ധം അവസാനിച്ചെങ്കിലും യഥാർത്ഥ യുദ്ധം തുടങ്ങിയത് അതിനുശേഷമാണ്. കോൾഡ് വാർ സീസൺ. സോവിയറ്റ് റഷ്യയും അമേരിക്കയും രണ്ട് ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് 46 ശേഷം കണ്ട കോൾഡ് വാർ, ശീതയുദ്ധ കാലഘട്ടം. ഐഡിയോളജിക്കൽ യുദ്ധമായിരുന്നു, ആശയപരമായ യുദ്ധം. ഫിസിക്കൽ ആയിരുന്നില്ല. പക്ഷെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമുള്ള യുദ്ധ കാലഘട്ടത്തെ വിശേഷിപ്പിക്കപ്പെടുന്നതും. അമേരിക്ക പറയും ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, റഷ്യ പറയും ഞങ്ങൾ തടയും. സോവിയറ്റ് റഷ്യ പറയും ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, അമേരിക്ക പറയും ഞങ്ങൾ സമ്മതിക്കില്ല. രണ്ടുപേരും ഒരിക്കലും ബോർഡർ ക്രോസ് ചെയ്യില്ല. കാര്യം എന്താ? പരസ്പരം ഭയങ്കര ബഹുമാനമായിരുന്നു. എന്താ ബഹുമാനത്തിന് കാരണം? ഭയങ്കര പേടിയായിരുന്നു. രണ്ടുപേർക്കും തുല്യമായ പേടി. കാര്യം എന്താ? രണ്ടും സായുധ ശക്തികൾ. ടെക്നോളജി രണ്ടുപേർക്കും മികവ് ആ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് അമേരിക്ക സ്പേസ് സ്റ്റേഷനെ കുറിച്ച് ആലോചിക്കുന്ന കാലത്തിന് മുൻപ് തന്നെ സോവിയറ്റ് റഷ്യക്ക് സ്വന്തമായി സ്പേസ് സ്റ്റേഷൻ ഉണ്ട്. അതിന്റെ പേര് മിർ എന്നായിരുന്നു. യുദ്ധ സാമഗ്രികളുടെ കാര്യത്തിലും ഒക്കെ രണ്ടുപേരും തുല്യ ശക്തികളായത് കൊണ്ട് പരസ്പരം പേടിച്ചിരുന്നു. ആ കാലഘട്ടത്തിലെ സിനിമകൾ നിങ്ങൾ നോക്കിയാൽ, ഹോളിവുഡ് സിനിമകൾ നിങ്ങൾ നോക്കിയാൽ ആ കാലഘട്ടത്തിന്റെ കുറെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ജെയിംസ് ബോണ്ട് മൂവികൾ ഉൾപ്പെടെ റഷ്യൻ ചാരന്മാർ അമേരിക്കയിൽ പോകുന്നു, അമേരിക്കയിൽ നിന്ന് രഹസ്യങ്ങൾ കണ്ടെത്തുന്നു, അമേരിക്കൻ ചാരന്മാർ റഷ്യയിൽ വരുന്നു, ചാരപ്പണികൾ നടത്തുന്നു. കമോൺ. സിനിമകളുടെ രൂപത്തിൽ കണ്ടത് അന്നത്തെ സമൂഹത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നടന്ന കാര്യത്തിന്റെ പ്രതിഫലനമായിരുന്നു. ഫൈനലി അമേരിക്ക വിജയിച്ചു. 1990 എത്തുമ്പോഴേക്ക് അമേരിക്ക വിജയിച്ചു. എന്ത്? സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന അമേരിക്കയെ ചലഞ്ച് ചെയ്തിരുന്ന രാജ്യത്തിനെ തരിപ്പണമാക്കുന്നതിൽ വിജയിച്ചു. എങ്ങനെ? യുദ്ധത്തിലല്ല കേട്ടോ, ആശയപരമായി ആ രാജ്യത്തിനെ, അമേരിക്കയോട് ചോദ്യം ചെയ്യാൻ ശക്തിയുള്ള സാമ്പത്തിക ശക്തിയായ ഒരേ ഒരു രാജ്യമായിരുന്ന രാജ്യത്തിനെ ശിഥിലമാക്കി കളഞ്ഞു. അവസാനത്തെ സോവിയറ്റ് റഷ്യൻ പ്രസിഡന്റ് മിഖായിൽ ഗോർബച്ചേവ്, ഒരു വർഷം മുമ്പാണ് അദ്ദേഹം മരണമടഞ്ഞത് കേട്ടോ. മിഖായിൽ ഗോർബച്ചേവിനെ വിലയ്ക്ക് വാങ്ങി, ആശയപരമായും സാമ്പത്തികമായും വിലയ്ക്ക് വാങ്ങി. വലിയ രാജ്യത്തിനെ സ്വാതന്ത്ര്യം എന്ന പേര് പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ ചെറിയ ചെറിയ രാജ്യങ്ങളായി പിരിച്ചുവിട്ടു. ഏകീകരണ ശക്തിയൊക്കെ ഒഴിവാക്കി. റഷ്യയുടെ കറൻസിയാകുന്ന റൂബിൾ, അന്നത്തെ പ്രധാനമന്ത്രി പാവ്ലോ അത് ഡിമോണിറ്ററേഷൻ നടത്തി. അതിന്റെ വേഗത, താഴ്ച അല്ലെങ്കിൽ കുത്തനെയുള്ള വീഴ്ചയുടെ ആ വേഗത വല്ലാതെ കൂട്ടി. 1991 പുതിയ റഷ്യയില് ബോറിസ് എൽസിൻ എന്ന് പറയുന്ന പുതിയ പ്രസിഡന്റ് വന്നു. അദ്ദേഹത്തിന്റെ കെടുകാര്യസ്ഥതയും വ്യക്തി ദൗർബല്യങ്ങളും റഷ്യ എന്ന രാജ്യത്തിനെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചു. ആലോചിച്ച് നോക്കണം. ലോകത്തുള്ള ബഹുഭൂരിപക്ഷം രാജ്യങ്ങളുടെയും പട്ടിണി മാറ്റാൻ സൗജന്യമായി ഇഷ്ടംപോലെ ഭക്ഷണം കയറ്റിച്ചിരുന്ന രാജ്യമാണ് സോവിയറ്റ് റഷ്യ. നമ്മളുടെ കൊച്ചു കേരളത്തിൽ പട്ടിണി ഉണ്ടായപ്പോഴും USSR എന്ന പേരിൽ ചാക്ക് കണക്കിന് ഗോതമ്പ് പൊടിയും സൗജന്യമായി തരുന്ന രാജ്യം, ഇഷ്ടംപോലെ സമ്പാദ്യം ഉണ്ടായിരുന്നത്. അതാണ് പാപ്പരായി പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, പാപ്പരായി പ്രഖ്യാപിക്കില്ല, അതിനേക്കാൾ ഗതികെട്ട അവസ്ഥ, പട്ടിണിയുടെ തനി പര്യായം. 1995 എത്തുമ്പോഴേക്ക് റഷ്യൻ സ്ത്രീകൾ പെൺമക്കളെയും കൂട്ടി വിദേശ രാജ്യങ്ങളിൽ പോയി ശരീരം വിൽപ്പന നടത്തി മാത്രം പ്രായമായവരെ നോക്കേണ്ട സാഹചര്യത്തിലേക്ക് നിർബന്ധിതമായ സാഹചര്യം എത്തിച്ചു. അപ്പോഴേക്കാണ് പുതിയ പ്രസിഡന്റായി ഇപ്പോഴത്തെ പ്രസിഡന്റ് ആകുന്ന വ്ളാദിമിർ പുടിൻ അധികാരത്തിലേക്ക് വരുന്നത്. പിന്നീട് കണ്ടത് വേറെ ചരിത്രമാണ്. എനിക്ക് പറയാനുള്ള റഷ്യയെ കുറിച്ചല്ല, അമേരിക്കയെ കുറിച്ചാണ്. 91 സോവിയറ്റ് റഷ്യ തകർന്നതോടുകൂടി അമേരിക്കയുടെ വേഗത അതിവേഗതയിൽ വളർച്ചയായിരുന്നു. കാര്യം എന്താ? ചോദ്യം ചെയ്യാൻ ആരുമില്ല.
അവർ പറയുന്ന നിയമം വേറെ ആരും ചോദ്യം ചെയ്യാനില്ല. ഉടനെ ചെയ്തതെന്തറിയോ? ലോകത്തിലെ വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ കൊണ്ടുപോയി മിലിറ്ററി ബേസുകൾ അങ്ങ് സ്ഥാപിച്ചു. മിലിറ്ററി ബേസ് സ്ഥാപിക്കുക മാത്രമല്ല, പിന്നെ നടന്ന ഓരോ യുദ്ധങ്ങളിലും ഒരു വശം പിടിച്ചുകൊണ്ട് ലോകത്തെ അങ്ങ് നിയന്ത്രിച്ചു. 90-കൾക്ക് ശേഷമുണ്ടായ യുദ്ധങ്ങളെ നിങ്ങൾ എണ്ണമെടുത്ത് നോക്കിക്കോളൂ. എല്ലാത്തിലും ഒരു വശത്ത് അമേരിക്കയാണ് വിജയിച്ചിരിക്കുന്നത്. ഒന്നാമത് ഗൾഫ് വാർ 1, അമേരിക്ക സഖ്യകക്ഷികളും ജയിച്ചു. ഗൾഫ് വാർ 2, 90-കൾക്ക് ശേഷമുള്ളത്, അമേരിക്ക ജയിച്ചു. അഫ്ഗാൻ വാർ 1, അമേരിക്ക ജയിച്ചു. അഫ്ഗാൻ വാർ 2 ഇപ്പോൾ റീസെന്റ് അമേരിക്ക ഇറങ്ങി ഓടേണ്ടി വന്നു, അത് വേറെ കഥ. യൂറോപ്പിൽ നോക്കൂ, യൂറോപ്പിലെ യുദ്ധം, കൊസോവോ യുദ്ധത്തിൽ അമേരിക്ക തീരുമാനിച്ചതുപോലെ തീരുമാനം എത്തിച്ചുകൊണ്ട് അവസാനിപ്പിച്ചു. മറ്റാരും ചോദ്യം ചെയ്യാനില്ലാത്തപ്പോ അതിവേഗതയിലുള്ള ഇപ്പോൾ കാണുന്ന വളർച്ചയും ആ അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചത് ആ കാലഘട്ടമാണ്. പക്ഷേ അടിസ്ഥാനം, അവരുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല സുഹൃത്തുക്കളെ. സെക്കൻഡ് വേൾഡ് വാറിന് മുൻപും സമ്പാദ്യമുള്ളത് കൊണ്ടല്ലേ ആറ്റം ബോംബ് ഉണ്ടാക്കിയതും ഇത്തരം പരിപാടിയൊക്കെ ചെയ്തത്. അതെവിടെ നിന്നാണ് ആ ബാക്ക് ബോൺ? അതാണ് അവരുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന കൺസ്യൂമറിസം. ഇന്ത്യക്ക് കൃഷി പോലെ, ഗൾഫിന് ക്രൂഡ് ഓയിൽ പോലെ, അമേരിക്കയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് കൺസ്യൂമറിസം ആണ്. അപ്പൊ എന്താണ് ഈ കൺസ്യൂമറിസം? പീപ്പിൾ ആർ ട്രെയിൻഡ് ആൻഡ് ടോട്ട് ടു ബി എ കൺസ്യൂമർ. പീപ്പിൾ ആർ ട്രെയിൻഡ് ആൻഡ് ടോട്ട് ടു ബി എ കൺസ്യൂമർ. ജനങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നതും ജനങ്ങൾ പഠിച്ചിരിക്കുന്നതും നല്ല കൺസ്യൂമർ ആകണമെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടം പോലെ ചെലവാക്കണമെന്ന്, ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടണമെന്ന്, സംസ്കാരത്തിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. നമ്മൾ ഇന്ത്യയിൽ എന്താ പഠിക്കുന്നത്? ഏഷ്യൻ രാജ്യങ്ങളിൽ എന്താ പഠിക്കുന്നത്? 100 രൂപ വരുമാനം കിട്ടിയാൽ 50 രൂപ സൂക്ഷിച്ചു വെക്കുക, ബാക്കി 50 ചെലവാക്കാവുള്ളൂ. അതാണ് നല്ല ശീലം. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് കുടുക്ക വാങ്ങുക, തുട്ടുകാശൊക്കെ കിട്ടുമ്പോൾ സൂക്ഷിച്ചു വെക്കുക. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സഞ്ജയ്ക എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. സഞ്ജയ്ക, വിദ്യാർത്ഥികളിൽ സേവിങ്സ് പരിശീലിപ്പിക്കുക. അടുത്തിടെ ഉരുൾപൊട്ടുണ്ടായ സമയത്ത്, വയനാട്ടിലെ ഉരുൾപൊട്ടുണ്ടായ സമയത്ത് കളക്ടറിന്റെ ചേംബറിൽ പോയി ചെറിയ കുട്ടികൾ കുടുക്ക കൊണ്ടുപോയി പൊട്ടിച്ചുകൊണ്ട് പൈസ കൊടുക്കുന്നതിന്റെ ചിത്രം. ഇപ്പോഴും കുടുക്ക ശീലിപ്പിക്കുന്നത് സേവിങ്സ് ആണ് ശീലിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ 100 കിട്ടിയാൽ 50 സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്നു. അമേരിക്കയിലോ 100 കിട്ടിയാൽ 200 ചെലവാക്കണമെന്ന് പഠിപ്പിക്കുന്നു. പറ്റുമെങ്കിൽ 500 ചെലവാക്കണമെന്നും. എങ്ങനെ? 100 കിട്ടിയാൽ 50 സേവ് ചെയ്യുന്നില്ല, 100 കിട്ടിയാൽ 200 500 ചെലവാക്കണമെന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ നടക്കുക? 100 കിട്ടിയാൽ 500 ചെലവാക്കാൻ പറ്റുമോ? $100 വരുമാനം കിട്ടിയാൽ 200 ചെലവാക്കാൻ പറ്റുമോ? അമേരിക്ക തെളിയിച്ചു അത് സംഭവിക്കുമെന്നും അതിനേക്കാൾ കൂടി അങ്ങനെ സംഭവിച്ചാൽ വൻ വികസനമായിരിക്കുമെന്നും. അതെങ്ങനെയാത് സുഹൃത്തുക്കളെ അവരെ പഠിപ്പിക്കുന്നത്? കുളി ചെല്ലുമ്പോൾ പഠിപ്പിക്കുമോ നിങ്ങളെല്ലാം നല്ല കൺസ്യൂമർ ആകണമെന്ന്? അങ്ങനെ പഠിപ്പിക്കുക? അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, അമേരിക്കയിലെ വിദ്യാഭ്യാസ സംവിധാനം പൂർണ്ണമായും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കൺസ്യൂമറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. കൺസ്യൂമറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വിദ്യാഭ്യാസ സംവിധാനം തന്നെ. ഉദാഹരണത്തിന്, ഒരാൾ ഒരു കാറ് 5 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് സ്ക്രാപ്പാണ്, പൊളിച്ചു വിൽക്കണമെങ്കിൽ ഒരാളുടെ 20-ാമത്തെ വയസ്സ് മുതൽ 60-ാമത്തെ വയസ്സ് വരെ എത്ര കാർ വാങ്ങേണ്ടി വരും? കുട്ടി കണക്കൂട്ടുകയാണ്. ഓരോ വർഷം കാർ ഇങ്ങനെ പൊളിച്ചു മാറ്റണം, ഇത്ര കാർ അംഗങ്ങളുള്ള കുടുംബം, എത്ര കാർ വാങ്ങേണ്ടി വരും കണക്കൂട്ടുന്നു. ഒരാൾക്ക് ഫോർമൽ വിയർ, കാഷ്വൽ വിയർ, നൈറ്റ് വിയർ, സ്പോർട്സ് വിയർ, പാർട്ടി വിയർ എന്നൊക്കെ പറഞ്ഞ് പല വസ്ത്രവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 5-അംഗ കുടുംബത്തില് ഓരോരുത്തരും 3 സെറ്റ് വെച്ച് വാങ്ങിയാൽ എത്ര വസ്ത്രം വാങ്ങേണ്ടി വരും? മനസ്സിലേക്ക് കണക്കൂട്ടുകയാണ്. സാധാരണ ഒരു ഡ്രസ്സ് വാങ്ങിയാൽ പോരാ, ഫോർമൽ വിയർ, കാഷ്വൽ വിയർ, നൈറ്റ് വിയർ, പാർട്ടി വിയർ, അങ്ങനെ വ്യത്യസ്തമായ ഒക്കേഷനുകൾ വ്യത്യസ്തമായ വസ്ത്രങ്ങൾ വാങ്ങണമെന്ന്. കൂടുതൽ കൂടുതൽ വാങ്ങാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, സംസ്കാരത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ആളുകൾ ഇഷ്ടം പോലെ വാങ്ങിക്കൊള്ളും, ഇഷ്ടം പോലെ ചെലവാക്കും. 100 കിട്ടിയാൽ 200 ചെലവാക്കുന്നു. അതെങ്ങനെയാ? ക്രെഡിറ്റ് സൗകര്യം. പീപ്പിൾ ആർ ലിവിങ് ഓൺ ക്രെഡിറ്റ്. നിശ്ചിത വരുമാനം കിട്ടി തുടങ്ങിയാൽ അവരുടെ അവകാശമാണ് ക്രെഡിറ്റ് കിട്ടുക എന്നത്. ഇപ്പൊ 100 കിട്ടിയാൽ 200 500 ചെലവാക്കാൻ പറ്റുന്ന സാഹചര്യം. അപ്പൊ അതെങ്ങനെ വികസനമാകുക? പൈസ തീർന്നു പോകുകയല്ലേ ചെയ്യുക? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അത് വികസനമാണോ? പൈസ തീർന്നു പോകുകയല്ലേ ചെയ്യുക? അമേരിക്ക തെളിയിച്ചു വൻ വികസനമാണെന്ന്. അതെങ്ങനെയാ? കൺസ്യൂമർ ഗുഡ്സിന് ഡിമാൻഡ് തനിയെ കൂടുമെന്ന്.
ഇഷ്ടംപോലെ ആളുകൾ വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ കൺസ്യൂമർ ഗുഡ്സിന് ഡിമാൻഡ് കൂടും. അപ്പോഴോ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാക്കേണ്ട ഫാക്ടറികൾ തനിയെ ഉണ്ടായി വരണം. കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഉണ്ടായി വന്നാൽ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. പുതിയ തൊഴിലവസരം ഉണ്ടാകുമ്പോൾ ആദ്യമായി ഒരാൾക്ക് പുതിയ ശമ്പളം കിട്ടി, $100 വരുമാനം കിട്ടി. അയാൾ പഠിച്ചത് എന്താ? 100 കിട്ടിയാൽ 200 ചെലവാക്കണം. പുതിയതായിട്ട് ജോലി കിട്ടിയ ഓരോരുത്തരും കിട്ടിയ വരുമാനത്തെക്കാൾ കൂടുതൽ കൃത്യമായി ചെലവാക്കി തുടങ്ങിയപ്പോൾ വീണ്ടും കൺസ്യൂമർ ഗുഡ്സിന് ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കൺസ്യൂമർ ഗുഡ്സിന് ഡിമാൻഡ് ഒരു നിശ്ചിത പരിധി കഴിഞ്ഞപ്പോൾ സാധാരണ ചെറുകിട ഫാക്ടറികൾ മതിയാകാതെ വന്നു. ആവശ്യത്തിന് കണക്കാക്കി കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി മെഗാ ഫാക്ടറികളുടെ ആവശ്യം വന്നു. അങ്ങനെ ലോകത്താദ്യമായി മെഗാ ഫാക്ടറി സംസ്കാരം അമേരിക്കയിൽ പൊട്ടിപ്പൊളച്ചു വന്നു. എന്ത്? കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന വിശാലമായ ഫാക്ടറികൾ. അതിനെക്കുറിച്ച് പഠിക്കാൻ ലോകത്തിന്റെ നാനാഭാഗത്ത് രാഷ്ട്രീയ നേതാക്കന്മാർ അമേരിക്കയിൽ സന്ദർശനം നടത്തിയിരുന്ന കാലഘട്ടം. മെഗാ ഫാക്ടറികൾ വന്നപ്പോഴോ ആയിരക്കണക്കിന് തൊഴിലവസരം പുതിയതുണ്ടായി. ഇത്തരം ഫാക്ടറികൾ നടത്താൻ വേണ്ടി അനുഭവ പരിചയമുള്ള എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയേഴ്സിനെയും മാനേജേഴ്സിനെയും വേണ്ടി വന്നു. എക്സ്പീരിയൻസ് ഉള്ള മാനേജേഴ്സിനും പഴയ എവിടെ നിന്ന് കിട്ടുക? പഴയ കമ്പനിയിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരണമെങ്കിലോ കൂടുതൽ ശമ്പളം കൊടുക്കണം. ഇത്രയും കാലം 100 വരുമാനം കിട്ടിയവന് ഇപ്പോൾ 500 വരുമാനമായി. 500 വരുമാനം കിട്ടിയവൻ 1000-ഓ 5000-ഓ ചെലവാക്കുന്നു. വീണ്ടും കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടുന്നു. മെഗാ ഫാക്ടറി വന്നപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടായി. അങ്ങനെ ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള എല്ലാവർക്കും ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ജോലി ചെയ്യാൻ ആളെ കിട്ടാനായി ഇല്ലാതായി. അപ്പോഴും കൺസംഷൻ ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരുന്നു. ജോലി ചെയ്യാൻ പറ്റുന്ന ആളുകളെ കിട്ടാനില്ലാതായപ്പോൾ കമ്പനികൾ തമ്മിൽ കോർപ്പറേറ്റ് രംഗത്ത് കിടമത്സരം തുടങ്ങി. എന്തിനു മത്സരം? ആളുകളെ റാഞ്ചാനുള്ള മത്സരം. ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് കൂടുതൽ ശമ്പളം കൊടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു മാടി വിളിക്കുക. കമ്പനികൾ തമ്മിൽ മത്സരം കൂടി വന്നപ്പോൾ സ്വാഭാവികമായും ശമ്പള സ്കെയിൽ കൂടിക്കൊണ്ടേയിരുന്നു. ലോകത്തെ ഏറ്റവും ഉയർന്ന ശമ്പളം നൽകുന്ന രാജ്യമായി തനിയെ അത് കയറി വരികയായിരുന്നു. എന്നിട്ടും ആളെ കിട്ടാനില്ല. എത്ര ശമ്പളം കൊടുത്തിട്ടും ആളെ കിട്ടാനില്ലാതെ ഇപ്പോ പിന്നെ അമേരിക്ക ഷോപ്പിങ്ങിന് ഇറങ്ങി. എന്ത് ഷോപ്പിംഗ്? സാധനം വാങ്ങാനല്ലോ, മനുഷ്യരെ വാങ്ങാൻ. പച്ചയായ മനുഷ്യരെ വാങ്ങാൻ വേണ്ടി ഇറങ്ങി. എവിടേക്ക് ഇറങ്ങി? എല്ലാ രാജ്യങ്ങളിലേക്കും. എന്തായിരുന്നു ആ കാലത്ത് ക്യാമ്പയിൻ എന്നറിയോ? അമേരിക്കയിലേക്ക് ചേക്കേറൂ. സ്വപ്നതുല്യമായ ജീവിതം, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവിടെയാണത്. സ്വാതന്ത്ര്യത്തിന്റെ പാരമ്യം അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു ആ കാലഘട്ടത്തിന്റെ മന്ത്രം. അമേരിക്കയുടെ മന്ത്രം ലോകരാജ്യങ്ങളിലേക്ക്, എല്ലാ രാജ്യങ്ങളിലേക്കും. എന്നിട്ട് മറ്റ് രാജ്യങ്ങളിൽ ജനതയോട് അമേരിക്കയിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിച്ചു. ഏത്? ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ ഒരു പഞ്ചായത്തിൽ എല്ലാവരെയും കൊണ്ടുപോയല്ല ചെയ്തത്. ഇന്ത്യയിലെ ഓരോ മേഖലയിലും ഏറ്റവും മികവ് പുലർത്തിയവരെ മാത്രമായി അമേരിക്കയിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിച്ചു. എന്തായിരുന്നു ഓഫർ? നല്ല ശമ്പളം. ശരിയാണ്, അമേരിക്കയിൽ എത്ര കൊടുത്തിട്ടും ആളെ കിട്ടാനില്ല. അതുകൊണ്ട് ഉയർന്ന ശമ്പളം. അത്രയും വരുമാനം ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് നോക്കിയാൽ, ലോകത്തിന്റെ മറ്റു രാജ്യങ്ങൾ നോക്കിയാൽ വലിയ വരുമാനമാണ്. പക്ഷെ അത് പച്ച കൊള്ളയായിരുന്നു എന്ന് ലോകരാജ്യങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല. കൊള്ള എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ലോകരാജ്യങ്ങളിലെ വ്യത്യസ്തമായ സംവിധാനങ്ങൾ ഇപ്പോഴും അതിനെ തിരിച്ചറിയുന്നത് എന്തോ രീതിയിൽ കബളിക്കപ്പെട്ടു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ കച്ചവടം രൂപം മാത്രമായിരുന്നു അത്. സുഹൃത്തുക്കളെ, നമ്മൾ നോക്കിയപ്പോൾ എളുപ്പമല്ലേ? ഒരാൾ ജോലിക്ക് പോയതിന് എന്താ കുഴപ്പമല്ലേ? ഒരു കുഴപ്പമില്ല. എത്രയോ വർഷം ഒരു ചെറിയ കുട്ടിയെ ഒരു രാജ്യത്തുള്ള അറിവുള്ള റിസോഴ്സസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിച്ച് സ്കില്ലിന്റെ ഏറ്റവും മുകളിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഏറ്റവും ടാലന്റായ ആളുകളെ മാത്രമായി തെരഞ്ഞുപിടിച്ച് ജോലിയുടെ പേരിൽ അല്ലെങ്കിൽ നല്ല ശമ്പളം കൊടുത്തുകൊണ്ട് കൊണ്ടുപോയി. ഒരു മേഖലയല്ല, ഇന്ത്യ രാജ്യത്തെ ഏത് ജനതയ്ക്കും, ഏത് ജാതിയെന്നോ മതമെന്നോ നിറമെന്നോ ഷേപ്പ് ഇതൊന്നും ബാധകമായിരുന്നില്ല. അത് ഇന്ത്യ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും ആളുകളെ അമേരിക്കയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അടിസ്ഥാന കാരണം ആ കാലഘട്ടത്തിലെ മൈഗ്രേഷന്റെ പ്രത്യേകതയായിരുന്നു. ജാതിപരമായോ മതപരമായോ രാഷ്ട്രീയപരമായോ ഒരു തരത്തിലും വേർതിരിവുണ്ടായില്ല. പക്ഷെ സ്കിൽ സെറ്റുകൾ, അത് കലയിലാവട്ടെ, സാമ്പത്തിക മേഖലയാവട്ടെ, സയൻസ് ആൻഡ് ടെക്നോളജി ആവട്ടെ, എന്തിലും മികവുറ്റവരെ മാത്രമായി അമേരിക്കയിലേക്ക് ചേർക്കാൻ പ്രേരിപ്പിച്ചു. ബ്രെയിൻ ഡ്രെയിൻ ആയിരുന്നു മറ്റു രാജ്യങ്ങൾക്ക് സംഭവിച്ചത്. അമേരിക്കയിൽ സംഭവിച്ചതോ എല്ലാ രാജ്യത്തിലെയും അറിവുള്ളതിൽ വെച്ച് ഏറ്റവും മിടുക്കന്മാരവിടെ എത്തിച്ചെന്നപ്പോൾ വിജ്ഞാന വിസ്ഫോടനം. നിങ്ങൾ പറഞ്ഞ ഉദാഹരണം അത് നിങ്ങളാണ് പറഞ്ഞത്. വിജ്ഞാന വിസ്ഫോടനവും ഇന്നോവേഷൻസും ശരിയാണ്. അതെവിടെയാ?
മറ്റ് രാജ്യങ്ങൾ എത്രയോ വർഷങ്ങൾ ആ രാജ്യത്തിലെ ഗവൺമെന്റുകൾ അധ്വാനിച്ച് ചെലവിട്ട് പഠിപ്പിച്ചെടുത്ത ആ ടാലന്റുകളാണ് പെട്ടെന്ന് അങ്ങോട്ട് കയറിക്കുന്നത്. പിന്നെ വിജ്ഞാന വിസ്ഫോടനമായിരുന്നു. കണ്ടുപിടുത്തങ്ങൾ, ദിവസവും ദിവസവും കണ്ടുപിടുത്തങ്ങൾ, പുതിയ 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 കണ്ടുപിടുത്തങ്ങൾ. അങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടുപിടുത്തങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് ഇവർ കൊണ്ടുപോയാലോ പ്രശ്നമാണ്. അത് കൊണ്ടുപോകരുത്. അതിന് ശക്തമായ പേറ്റന്റ് നിയമങ്ങൾ അങ്ങ് വെച്ചു. അമേരിക്കയിൽ കണ്ടുപിടിച്ച കാര്യങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ അമേരിക്ക സ്ഥിരമായി പൈസ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന സംവിധാനം. ഹെവി പേറ്റന്റുകൾ അത് വയലേറ്റ് ചെയ്താൽ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എല്ലാത്തിനും നിലം പരിശാക്കുന്ന അവസ്ഥ. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അമേരിക്കൻ വളർച്ചയ്ക്ക്. അതല്ലേ സംഭവിച്ചത്. ഇന്നോവേഷൻസും മറ്റെല്ലാ രൂപത്തിലും സ്വാഭാവികമായ വളർച്ച നല്ല രീതിയിൽ ഉണ്ടായി. അങ്ങനെ അമേരിക്കയിലേക്ക് ചേക്കേറിയ ആളുകൾ കിട്ടിയ വരുമാനം നാട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. നാട്ടിൽ അച്ഛനും അമ്മയ്ക്കില്ലേ, അവർക്ക് അയച്ചു കൊടുക്കണ്ടേ? അപ്പൊ അമേരിക്ക ചോദിച്ചു, എങ്ങോട്ട് ഈ പൈസ അയക്കുന്നത്? അച്ഛനും അമ്മയ്ക്ക് നാട്ടിലുണ്ട്, അവർക്ക് പൈസ അയച്ചു കൊടുക്കണം. നാണമില്ലേ നിങ്ങൾക്ക്? ദാരിദ്ര്യമല്ലേ അവിടെ? അവരിങ്ങോട്ട് കൊണ്ടുവരൂ. ഒരിടക്കാലം കൊണ്ട് അമേരിക്കയുടെ മന്ത്രമായിരുന്നു സകുടുംബം അമേരിക്കയിലേക്ക് ചേക്കേറുക. അപ്പൊ എന്താ പ്രത്യേകത? അമേരിക്കയിൽ ഉണ്ടാക്കുന്ന വരുമാനം അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് പോകില്ല. പകരം ഇവരൊക്കെ അമേരിക്കയിൽ തന്നെ എത്തുമ്പോൾ ആ ചെലവാക്കലും അമേരിക്കയിൽ തന്നെ ചെലവാക്കിക്കോളും. ആളെണ്ണം കൂടുകയും ചെയ്യും. കൂടുതൽ ആളുകൾ അമേരിക്കയിലേക്ക് എത്തുന്നു. പ്രത്യേകത എന്താ? ആളെണ്ണം കൂടുമ്പോൾ കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡ് തനിയെ കൂടും. കൺസ്യൂമബിൾ ഗുഡ്സിന്റെയും ഡിമാൻഡ് കൂടും. ഈ കൺസ്യൂമബിൾ ഗുഡ്സിന്റെ ബഹുഭൂരിപക്ഷത്തിന്റെയും റോ മെറ്റീരിയൽ എവിടുന്ന സുഹൃത്തുക്കളെ? കാർഷിക മേഖലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് പ്രചോദനം നൽകണം. കൃഷിക്ക് മോട്ടിവേഷൻ കൊടുക്കണം. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളോടും കൃഷിക്ക് സബ്സിഡി വെട്ടിക്കുറയ്ക്കണം. ഇത് ഇന്ത്യ രാജ്യത്തോട് കാനിഷമായി പറഞ്ഞിട്ടുണ്ട്. നിശ്ചിതമായും ഇത്ര അധികം എന്താ പറയാ കാർഷിക മേഖലയിലെ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കണമെന്ന് ലോകത്തോട് മുഴുവൻ പറയുന്ന വേൾഡ് ബാങ്കും അമേരിക്കയും. അമേരിക്കയിലെ കർഷകന് കൊടുക്കുന്ന സബ്സിഡി ഇന്ന് ലോകത്ത് കൊടുക്കുന്ന സബ്സിഡിയിൽ വെച്ച് ഏറ്റവും വലുതാണ്. അമേരിക്കയിലെ കർഷകൻ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ കാണുന്ന തലയിൽ തോർത്തും കൊടുത്ത് മുണ്ടുകൊടുത്തു പോകുന്ന കർഷകനല്ല. ഞാനൊരു കാർഷിക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതും ഇപ്പോഴും അതേ കാർഷിക ഇഷ്ടമുള്ള ആളാണ്. സമയം കിട്ടുമ്പോഴൊക്കെ കൃഷി ചെയ്യാൻ പോവുകയും ചെയ്യും. നമ്മൾ തലയിൽ ഓർത്തെടുത്ത് പോകുന്ന പോക്കല്ലത്. ഹെലികോപ്റ്ററിൽ ഫാം ലാൻഡിൽ വന്നിറങ്ങുന്ന മെഗാ ഫാം ലാൻഡ് ഉടമകളാകുന്ന കർഷകർ, ഹൈബ്രിഡ് കൃഷി ചെയ്ത് വലിയ ലാഭം കൊയ്യുന്ന കർഷകൻ. അങ്ങനെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ. ആ കാർഷിക ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യയോഗ്യമാക്കി കൊണ്ടുവരണ്ടേ? അതിന് ഫാക്ടറികൾ വേണം. ഇത് ഫാക്ടറിയിലേക്ക് എത്തിക്കണം. ഇത് കാർഷിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കാർഷിക വിളകൾ ഫാക്ടറിയിലേക്ക് എത്തണം. അതെങ്ങനെ എത്തണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയേ പറ്റൂ എന്ന ആ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രൊജക്ടുകൾ അമേരിക്കയിൽ ഉണ്ടായി വന്നു. ലോകം അത്ഭുതപ്പെട്ടു. ഇങ്ങനെയും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? വികസനം ഇത്രയാണോ എന്ന്. അതിനും പോയി നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ അമേരിക്കൻ മാതൃക പഠിക്കാൻ വേണ്ടി എത്രയോ രാഷ്ട്രീയ സന്ദർശനങ്ങൾ സമയാസമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ മാത്രം ഉണ്ടായാൽ മതിയോ? പോരാ. ഈ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ട്രക്കുകൾ വേണം, ട്രെയിൻ വേണം, ആളുകൾക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങൾ വേണം. ആ കാലഘട്ടത്തിൽ ഏത് മാസം എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽക്കപ്പെടുന്ന രാജ്യം അമേരിക്ക, ഏറ്റവും കൂടുതൽ ട്രക്കുകൾ വിൽക്കപ്പെടുന്ന രാജ്യം അമേരിക്ക. ഈ ട്രക്കുകൾ സഞ്ചരിക്കണമെങ്കിൽ, വാഹനങ്ങൾ ഓടണമെങ്കിൽ, ഫാക്ടറികൾ പ്രവർത്തിക്കണമെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് നടത്തണമെങ്കിൽ എനർജി വേണം. അതുകൊണ്ട് ഓരോ ആഴ്ചയിലും എനർജിയുടെ കണക്ക് ഉയർത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്നത് അമേരിക്ക. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. എല്ലാം അമേരിക്ക, എല്ലാം മുകളിൽ, എല്ലാം ടോപ്പ്. സുഹൃത്തുക്കളെ, 2007, 2008 കാലഘട്ടത്തിലെ റിസഷനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും വായിക്കുമ്പോൾ കേൾക്കാറുണ്ടാകും അമേരിക്കയാണ് ആദ്യം തകർന്നതെന്ന്. ഇന്ത്യ അമേരിക്കയിൽ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ഇല്ലാതായിപ്പോയോ? എന്താ സംഭവിച്ചത്? സുഹൃത്തുക്കൾ, ഒറ്റ കാര്യം സംഭവിച്ചുള്ളൂ. റിസഷൻ വരാൻ പോകുന്നു എന്ന് എല്ലാവരും അറിഞ്ഞു. അതിനെന്താ കുഴപ്പം? റിസഷൻ വരാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ അത്രയും കാലം ഇഷ്ടം പോലെ ക്രെഡിറ്റിൽ ചെലവാക്കി ജീവിച്ചവർ കുറച്ച് പൈസ സൂക്ഷിച്ചു വെക്കാൻ തീരുമാനിച്ചു. കാരണം എന്താ? റിസഷൻ വരല്ലേ. റിസഷൻ വന്നാൽ അതിനെ മാനേജ് ചെയ്യണ്ടേ? കുറച്ച് പൈസ സൂക്ഷിച്ചു വെക്കാൻ തീരുമാനിച്ചു. അവർ കുറച്ച് പൈസ സൂക്ഷിച്ചു വെക്കാൻ തീരുമാനിച്ചപ്പോഴോ കണക്കാക്കി കൺസ്യൂമർ ഗുഡ്സിന് ഡിമാൻഡ് കുറഞ്ഞു. ആളുകൾ ചെലവാക്കലാൻ കുറച്ചു. കൺസ്യൂമർ ഡിമാൻഡ്സ് കുറഞ്ഞു, ഗുഡ്സിന്റെ ഡിമാൻഡ് കുറഞ്ഞു. കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡ് കുറഞ്ഞപ്പോഴോ ഫാക്ടറികൾക്ക് നിർബന്ധമായും ഉൽപാദനം വെട്ടിച്ചുരുക്കേണ്ടി വന്നു.
ഫാക്ടറികളുടെ ഉൽപ്പാദനം ചുരുക്കിയപ്പോഴോ അവിടെ ജോലി ചെയ്തവരെ താൽക്കാലികമായി പിരിച്ചുവിടേണ്ടി വന്നു. ആളുകളെ പിരിച്ചുവിട്ടപ്പോഴോ അവർക്ക് ശമ്പളം കിട്ടിയില്ല. ഇത്രയും കാലം കൃത്യമായി ക്രെഡിറ്റിൽ ഇഷ്ടം പോലെ ചെലവാക്കി ജീവിച്ചവർ ആ ക്രെഡിറ്റ് ചെലവാക്കിയത് ബാങ്കിൽ നിന്ന് കിട്ടിയ പൈസയാണ്. ആളുകൾക്ക് വരുമാനം കിട്ടാതായപ്പോ, ശമ്പളം കിട്ടാതായപ്പോ ബാങ്കിലേക്ക് തിരിച്ചടവ് ചെന്നില്ല. ക്രെഡിറ്റ് ഉപയോഗിച്ചവരുടെ റീപേയ്മെന്റ് ബാങ്കിലേക്ക് എത്താതായപ്പോ ഒന്നും രണ്ടും ആളുടെ അല്ല, മില്യൺസ് ഓഫ് ആളുകളുടെ പൈസ തിരിച്ചു ബാങ്കിലേക്ക് എത്താതായപ്പോ ബാങ്കുകൾ ഓരോന്നോരോന്നായി പൊട്ടി തുടങ്ങി. ലേമാൻ ബ്രദേഴ്സ്, നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ലേമാൻ ബ്രദേഴ്സ് എന്ന ബാങ്ക്, നൂറ്റാണ്ടിന് മുകളിൽ ചരിത്രമുള്ള ബാങ്ക്, പപ്പടം പൊട്ടും പോലെ സുഹൃത്തുക്കളെ നിന്നു പൊട്ടിയത്. റിസഷന്റെ സമയത്തുണ്ടായ കാര്യമാണത്. അമേരിക്കയിലെ പൈസ ഇല്ലാതെയല്ല, ആളുകൾ കുറച്ച് സൂക്ഷിക്കുക തീരുമാനിച്ചു. റിസഷനെ റിക്കവർ ചെയ്യാൻ വേണ്ടി അമേരിക്ക ചെയ്തെന്ന് അറിയോ? ആളുകളുടെ കയ്യിലേക്ക് ഇഷ്ടം പോലെ പൈസ എത്തിക്കാൻ തീരുമാനിച്ചു. ബെൻ ബെർണങ്കി 2007 തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വട്ടപൂജ്യമാക്കിയതിനെ കുറിച്ച് കഴിഞ്ഞ ഫണ്ടമെന്റൽ സെഷൻ ഞാൻ പറയുണ്ടായല്ലോ. അത് ബെൻ ബെർണങ്കി മാത്രം എടുത്ത തീരുമാനത്തെ കുറിച്ചല്ല, സർവ്വ മേഖലയിലായിരുന്നു. 2009 ഡിസംബർ മാസത്തില് ന്യൂയോർക്ക് ടൈംസിൽ ഒരു പരസ്യം കണ്ടിരുന്നു. എന്താ പരസ്യം എന്നറിയോ? ഈ മാസത്തിൽ പുതിയ കാർ വാങ്ങുന്നവർക്ക് ഗവൺമെന്റ് വക 30% സബ്സിഡി. കേൾക്കുമ്പോൾ നല്ല സുഖമല്ലേ? 30% ഗവൺമെന്റ് സബ്സിഡി. യഥാർത്ഥ കാര്യം എന്താ? 30% ഗവൺമെന്റ് ചെലവാക്കുമ്പോൾ 70% ചെലവാക്കുന്നത് ആരാണ്? സാധാരണക്കാരായ ആളുകൾ അവരുടെ പോക്കറ്റിൽ നിന്നുള്ള പൈസ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാണ്. ആളുകളെ കൊണ്ട് ചെലവാക്കിക്കുക. ഇഷ്ടം പോലെ ചെലവാക്കി തുടങ്ങുമ്പോഴോ വീണ്ടും കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടുന്നു. കൺസ്യൂമർ ഡിമാൻഡ്സ് കൂടുമ്പോൾ ഫാക്ടറികൾ വീണ്ടും സജീവമാകുന്നു. അവിടെ വീണ്ടും തൊഴിലവസരം ഉണ്ടാകുന്നു. അവർക്ക് പുതിയ ശമ്പളം കിട്ടുന്നു. വീണ്ടും കൂടുതൽ ചെലവാക്കുന്നു. വീണ്ടും കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടുന്നു. സ്വാഭാവികവും അഗ്രോ സെക്ടർ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. ആ സൈക്കിൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. കൺസ്യൂമറിസമാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അത് സാമ്പത്തിക മേഖല മാത്രമല്ല, സാംസ്കാരിക ജീവിതം പോലും അമേരിക്ക ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കൺസ്യൂമറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. 14-ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഇല്ല എങ്കിൽ അച്ഛനമ്മമാർക്ക് ടെൻഷൻ. അയ്യോ, എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ മകന് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇല്ല, എന്തോ കുഴപ്പമുണ്ട്, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാണ്. കുട്ടിക്ക് ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ 14-ാമത്തെ വയസ്സിൽ 15-ാം വയസ്സിൽ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ടീച്ചർ നോക്കി എന്താടാന്ന്. അപ്പോഴാണ് 15-ാമത്തെ വയസ്സിൽ സ്വതന്ത്രമായി ജീവിക്കാം, അവർക്ക് അവരുടേതായ സ്വതന്ത്രമായ ജീവിതം തെരഞ്ഞെടുത്ത് മുൻപോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താ? പുതിയൊരു ഹൗസ് ഹോൾഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പുതിയ ഹൗസ് ഹോൾഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായി അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ആവശ്യമായിട്ടൊന്ന് വാങ്ങപ്പെടുന്നു. കൺസ്യൂമർ ഗുഡ്സിന് ഡിമാൻഡ് തനിയെ കൂടുന്നു. സുഹൃത്തുക്കളെ, അമേരിക്കയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് പൂർണ്ണമായും കൺസ്യൂമറിസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടാണ്. ഇന്ന് ലോകരാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും അമേരിക്കയ്ക്ക് പഠിക്കുകയാണ്. അമേരിക്കയെ പോലെ ആകാൻ വേണ്ടി, അമേരിക്കയുടെ മോഡൽ അനുകരിക്കാൻ വേണ്ടി. ഏത് നമ്മളുടെ കൊച്ചു രാജ്യം, നമ്മളുടെ വലിയ രാജ്യമായ ഇന്ത്യയിലെ കൊച്ചു കേരളം ഉൾപ്പെടെ കൺസ്യൂമറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നുവെന്ന്. കൺസ്യൂമറിസം എന്ന പേരിലല്ല, ഇന്ത്യയിൽ അതിന് മനോഹരമായ ഒരു പേരുണ്ട്. എന്തെന്നറിയോ? ആഭ്യന്തര വിപണി വികസിപ്പിക്കുക. ഗവൺമെന്റ് ബഡ്ജറ്റ് ഉണ്ട്, ലോക്കൽ മാർക്കറ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. വാവ്, നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര സംഭവം, എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കാം. അല്ലട്ടോ, എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും ഇഷ്ടം പോലെ വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം എന്ന ചിന്ത ഉണ്ടാക്കുക. അപ്പൊ നമ്മളൊക്കെ ഇഷ്ടം പോലെ വാങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡ് തനിയെ കൂടും. തനിയെ കൺസ്യൂമർ ഗുഡ്സിന് ഡിമാൻഡ് വരുമ്പോൾ ഫാക്ടറികളും ഉൽപാദനവും തൊഴിലവസരങ്ങളും ഇത്ര തൊഴിലുണ്ടായി എന്ന് പറയുമ്പോൾ വെറുതെ ഉണ്ടായ തൊഴിലല്ല, നമ്മളൊക്കെ ചെലവാക്കുമ്പോഴാണ്. നമ്മൾക്ക് വാങ്ങണം, അത് വാങ്ങണം, ഇത് കിട്ടണം എന്നുള്ള ചിന്ത ഉണ്ടാക്കിയെടുക്കുക, സാംസ്കാരികമായി മാറ്റിയെടുക്കുക. അതിൽ നമ്മളുടെ കൊച്ചു കേരളം കൺസ്യൂമറിസത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മുമ്പിൽ അതിവേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ആ മാറ്റത്തിന്റെ പ്രകടമായ ഉദാഹരണത്തിൽപ്പെട്ടതാണ് സ്ക്രീനിന്റെ മുമ്പിൽ ക്ലാസ് എടുക്കുന്ന ഞാൻ. സുഹൃത്തുക്കളെ, നമ്മൾ നേരിട്ട് കാണുന്ന പോലുമില്ല, ദൂരങ്ങളിലിരിക്കും. നിങ്ങൾ ആരാ അവിടെ ഇരിക്കുന്ന എനിക്ക് അറിയുകൂടില്ല. എന്നിട്ടും നിങ്ങൾ ലോകത്ത് പല രാജ്യങ്ങളിൽ ക്ലാസ് എടുത്ത് പങ്കെടുക്കുന്നവരായിട്ടും ഞാനിതാ ക്ലാസ്സിൽ വന്നിട്ട് സൂട്ടും ടൈയും ഒക്കെ ഇട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് വൈകുന്നേരത്തില്. സുഹൃത്തുക്കൾ, ഇതൊക്കെ ഇട്ടിരിക്കാൻ നല്ല കംഫർട്ടാണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റിപ്പോയിട്ടോ. പക്ഷെ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പൊതുസമൂഹത്തിൽ പോയി ക്ലാസ് എടുക്കുമ്പോൾ എന്റെ ഡ്രസ് കോഡ് ഇങ്ങനെ ആയിരിക്കണം അത്രേ, അല്ലെങ്കിൽ മോശാന്ന്. ആർക്കും മോശം.
മര്യാദയ്ക്ക് വെള്ളം മുണ്ടും ഷർട്ടൊക്കെ അല്ലെങ്കിൽ ഏതൊരു ഡ്രസ്സൊക്കെ ഇട്ട് വൃത്തിയിൽ തേച്ച് വൃത്തിയാക്കി ഉടുത്തു പോയ എന്തപ്പോ കുഴപ്പമുള്ളത്? പക്ഷെ അങ്ങനെ നമ്മൾ മാറുമോ? ഇല്ല. അത് വാങ്ങണം, ഇത് വാങ്ങണം, അത് വാങ്ങണം, ആ ഡ്രസ് കോഡ്, ഇങ്ങനെ ഡ്രസ് കോഡ്, എന്തൊക്കെയാണ്? സുഹൃത്തുക്കളെ, ഒരു ചോദ്യം ഞാൻ നിങ്ങൾ ചോദിക്കും. സത്യസന്ധമായി ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. മുൻപ് കാലത്തൊക്കെ ഒരു ജോലി കിട്ടണമെന്നത് ജീവിക്കാൻ വേണ്ടി വരുമാനം വേണം, വരുമാനം കിട്ടാൻ എനിക്ക് ജോലി വേണം, ഇതായിരുന്നു കാഴ്ചപ്പാട് മുൻകാലത്തില്. ഇപ്പോൾ കുറച്ച് മാറ്റം വന്നു. എന്താ മാറ്റം എന്നറിയോ? എനിക്ക് അടുത്ത വർഷം ഇത് വാങ്ങണം, അതിനുവേണ്ടി എനിക്ക് ഇത്ര വരുമാനം ഉണ്ടാക്കണം, എനിക്ക് അടുത്ത മാസത്തിൽ ഈ സംഭവം വാങ്ങണം, എക്സ്ട്രാ ഒരു വരുമാനം കണ്ടെത്തിയേ പറ്റുള്ളൂ, എന്തെങ്കിലും ചെയ്താൽ പൈസ ഉണ്ടാക്കണം, അത് വാങ്ങാൻ വേണ്ടി ഇതുപോലെ ചെയ്യണം, ഇതുപോലെ ഇങ്ങനെ ചെയ്യണം, ഒരു ചെറിയ സൈഡ് കച്ചവടം എന്ന് പറഞ്ഞാൽ എന്നാൽ ഇത് ഈ വരുമാനം ഉണ്ടാക്കാം. സുഹൃത്തുക്കളെ, അത് വാങ്ങണം, ഇങ്ങനെ വാങ്ങണം, അങ്ങനെ സംഭവം വാങ്ങണം, പിന്നെ ഇത് വാങ്ങണം, വീട്ടിലേക്ക് ഇന്നതുപോലെ വാങ്ങണം, അവരെ പോലെ ആകണം, ഇതേപോലെ വാങ്ങണം എന്ന് വാങ്ങണമെന്ന് നമ്മളുടെ മനസ്സിൽ അറിയാതെ ഒരു ചിന്ത, അത് വാങ്ങിയ കൊള്ളാം എന്നൊരു ആഗ്രഹം തനിയെ ഉണ്ടായി വരുന്നുണ്ടോ? ഹലോ സുഹൃത്തുക്കളെ, ഇത് പച്ചയായ സത്യമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മനസ്സിനെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ബോധപൂർവം ചിന്തിച്ചതല്ല ഇതൊന്നും. അങ്ങനെ വാങ്ങണം, ഇങ്ങനെ വാങ്ങണം നമ്മൾ ആഗ്രഹിച്ചതുമല്ല, ആ ആഗ്രഹം ഉണ്ടാക്കിയെടുപ്പിച്ചതാണ്. അതാണ് അതിന്റെ വിജയം. ഏത്? ആ സംസ്കാരത്തിന്റെ വിജയം, ആ കമ്പോള വ്യവസ്ഥയുടെ പ്രത്യേകത. അതാണ് ആഭ്യന്തര വിപണി വികസനം എന്ന് പറയുന്നത്. നമ്മളാണ് ഇതിൻ്റെയൊക്കെ ചെലവാക്കുന്നത്, വേറെ ആരുമല്ല സുഹൃത്തുക്കളെ. അതിന്റെ ശരികളെ കുറിച്ച് തെറ്റുകളെ കുറിച്ചുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കൺസ്യൂമറിസം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പ്രവർത്തന രീതി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും പെരുമാറുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ശൈലികളെ കുറിച്ച്, ഇത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നത്. അമേരിക്കയെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ എല്ലാം ശരിയായോ? അല്ല. മേജർ 5 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിലെ ബാക്കി 4 കുറിച്ച് ഓരോ മിനിറ്റ് സമയം ചെലവഴിച്ച് ഞാൻ പോകണം. കാരണം എന്താ? അമേരിക്ക ബഹുഭൂരിപക്ഷം കൺട്രോൾ ചെയ്യുന്നത്. രണ്ടാമത്തത് യൂറോ. എന്താ യൂറോ സോണിന്റെ ബാക്ക് ബോൺ? ഞാനും നിങ്ങളും സാമൂഹ്യ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമെന്നാണ് ഞാനും നിങ്ങളും പഠിച്ചത്. ശരിയല്ലേ? പണ്ട് പഠിച്ചതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ് യൂറോപ്പിന്റെ വികസനത്തിന് കാരണമെന്നും അന്ന് കണ്ടുപിടിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി ലോകത്ത് കമ്പോളം കണ്ടെത്താൻ വേണ്ടിയാണ് യൂറോപ്യൻ ആളുകൾ ലോകത്തിന്റെ പല രാജ്യത്തെത്തി പിന്നീട് കോളനികൾ ഉണ്ടാക്കിയതെന്നും ചരിത്രം നമ്മൾ പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണ് ഇപ്പോഴും അവരുടെ ബാക്ക് ബോൺ. എന്ത്? ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങും അതുമായി ബന്ധപ്പെട്ട എക്സ്പോർട്ട് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തികളാണ് യൂറോപ്പിലെ അല്ലെങ്കിൽ യൂറോ എന്ന കറൻസിക്ക് ശക്തി തരുന്നതിലെ മുഖ്യമായ ഘടകം. ഇപ്പൊ യൂറോ സോണിന്റെ ബാക്ക് ബോൺ എന്താ? ഇൻഡസ്ട്രീസ് ആണ്. ഇതെന്താ പറഞ്ഞു പോകുന്ന കാരണം എന്തറിയോ? പ്രധാനപ്പെട്ട വാർത്ത വരുമ്പോൾ ബ്ലൈൻഡായി തീരുമാനിക്കല്ല. ഉദാഹരണത്തിന്, ലോക നേതാക്കന്മാരെല്ലാം കൂടി ഒരുമിച്ച് കൂടി ഗ്ലോബൽ വാർമിങ്ങിന്റെ ഭാഗമായി ഭൂമി മുഴുവൻ ചുട്ടുരുകി പോകുന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൊല്യൂഷൻ കുറയ്ക്കണം, അതുകൊണ്ട് ഫാക്ടറികളൊക്കെ പ്രവർത്തിക്കുന്ന സമയം പകുതിയാക്കണം, ഒരു 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഫാക്ടറികൾ 12 ചുരുക്കണം, 12 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഫാക്ടറികൾ 6 മണിക്കൂറായി ചുരുക്കണം. ഇങ്ങനെ ലോകത്തുള്ള എല്ലാ രാജ്യത്തിന്റെയും നേതാക്കന്മാർ ഒരുമിച്ച് ഒപ്പിട്ടു എന്ന് വിചാരിക്കുക, ഒരു തീരുമാനം ട്രീറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഏറ്റവും ആദ്യം തകരാൻ പോകുന്ന ഏത് സമ്പദ് വ്യവസ്ഥ എന്നറിയോ? യൂറോപ്പായിരിക്കും. ഹെവി ഇൻഡസ്ട്രിയൽ ഡിപ്പെൻഡന്റ് ആണത്. ആദ്യം തകരാൻ പോകുന്ന, ആദ്യം വീഴാൻ പോകുന്നതും യൂറോ എന്ന കറൻസിയും യൂറോപ്യൻ കമ്പനികളുടെ സ്റ്റോക്സ്, അവരുടെ വാല്യൂ. ഇതാണ് ഡിവാല്യൂഷൻ നടക്കാൻ പോകുന്നത്. ഒരു വാർത്ത കേൾക്കുമ്പോൾ എവിടെയോ പോയി അഫക്ട് ചെയ്യല്ല, അത് എവിടെ ബാധിക്കും ആദ്യം എന്ന് തിരിച്ചറിയണം. 3, UK. എന്താ UKയുടെ ബാക്ക് ബോൺ? അവർക്ക് വ്യത്യസ്തമായ സോഴ്സുകൾ ഉണ്ടെങ്കിലും ഏറ്റവും മുഖ്യമായി ബാധിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ശക്തി എന്ന് പറയുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആണ്. ലണ്ടൻ ഈസ് നോൺ ആസ് ബാങ്കിങ് ക്യാപിറ്റൽ. ലണ്ടൻ അറിയപ്പെടുന്നത് ബാങ്കിങ് ക്യാപിറ്റൽ എന്നാണ്. സുഹൃത്തുക്കളെ, ബ്രെക്സിറ്റിന് ശേഷം യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റങ്ങളൊക്കെ വരുന്നുവെങ്കിലും ഇപ്പോഴും ലോക കച്ചവട ക്രമത്തിലെ ബാങ്കിങ് രംഗത്ത് നോക്കിയാൽ അവർ അതിൽ മികവാണ്. മറ്റൊരു പ്രത്യേകതയുണ്ട്. ശൂന്യതയിൽ നിന്ന് കുറെ കണക്കുകൾ കൂട്ടുകയും ചെയ്തിട്ട് കച്ചവടം ചെയ്യാൻ പറ്റുന്ന ട്രേഡബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞ് മാർക്കറ്റിലേക്ക് വിൽക്കാൻ ഇറക്കുന്ന അതിഭീകരമായ സംവിധാനങ്ങൾ ചിട്ടപ്പെടുത്തി കളയും. ശൂന്യതയിൽ നിന്ന് സെല്ലബിൾ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക. അതാണ് UKയുടെ ബാക്ക് ബോൺ. 4, ജപ്പാൻ. എന്താണ് സുഹൃത്തുക്കളെ ജപ്പാന്റെ ബാക്ക് ബോൺ? ഇത്രയും ഞാൻ ഉദാഹരണം പറഞ്ഞപ്പോൾ ജപ്പാനെ കുറിച്ച് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാവും. എന്താണ് സുഹൃത്തുക്കളെ ജപ്പാൻ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് വികസിത രാജ്യമായി നിൽക്കാൻ കാരണം? എന്താ അവരുടെ ബാക്ക് ബോൺ? ഹലോ, ടെക്നോളജി. ജപ്പാൻ ടെക്നോളജി തന്നെയാണ്.
ടെക്നോളജിയിലെ മികവ്, നല്ല മികവുറ്റ ടെക്നോളജിയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ലോക രാജ്യങ്ങളിലേക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ വിൽക്കാൻ സാധിച്ചപ്പോൾ ലോക കച്ചവടത്തിലെ ബഹുഭൂരിപക്ഷം അവരങ്ങ് പിടിച്ചെടുത്തു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അംബാസഡർ കാറും പത്മിനി കാറും ഒക്കെ കയറിക്കിരുന്ന സമയത്താണ് മാരുതി കയറി വന്നത്, സുസുക്കിയുടെ ലേബൽ വെച്ചുകൊണ്ട്. പിന്നെന്ത് സംഭവിച്ചത്? അത് കാറിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാം മികവുറ്റ ടെക്നോളജി. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വീണ് തകർന്നു തരിപ്പണമായി ഒന്നുമല്ലാതായി മാറിയ രാജ്യമാണ് ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരുന്നത് പിന്നെ കണ്ടത്. ജപ്പാന്റെ ടെക്നോളജിയാണ് ബാക്ക് ബോൺ. അപ്പൊ നിങ്ങൾക്ക് ആ സെൻസ് അത് കൃത്യമായി കിട്ടിത്തുടങ്ങി. അഞ്ചാമത്തത് സ്വിറ്റ്സർലാൻഡ്. സ്വിസ്സിന് അവർക്ക് 3 ഐറ്റംസ് ഉണ്ട്, തുല്യ പ്രാധാന്യം. സ്വിറ്റ്സർലൻഡിന്റെ ഒന്നാമത്തെ സെഗ്മെന്റ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡയറി ആൻഡ് ഡയറി പ്രോഡക്ട്സ്, കന്നുകാലി വികസനവും അനുബന്ധമായ വാല്യൂ പ്രൊഡക്ട്സും. കന്നുകാലികളോ? സ്വിറ്റ്സർലൻഡ് യൂറോപ്യൻ രാജ്യമല്ലേ, കന്നുകാലി വളർത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത്. സുഹൃത്തുക്കളെ, കന്നുകാലി വളർത്തിക്കൊണ്ട് മാത്രമല്ല, ആ മേഖലയിലെ സാങ്കേതിക വിദ്യയിൽ വളരെ മികവ്. നമ്മൾ ഇന്ത്യ രാജ്യത്ത് പാഠപുസ്തകങ്ങളിൽ പഠിച്ചത് നല്ല പശുക്കൾ എന്ന് പറഞ്ഞാൽ ജേഴ്സി പശുക്കൾ, പഴയകാലത്ത് പഠിച്ചത് ജേഴ്സി പശുക്കൾ. ഇന്ത്യൻ ക്ലൈമറ്റിന് കണക്കാക്കി ഇണങ്ങിച്ചേർന്ന പശുക്കളാണ് ജേഴ്സി പശുക്കൾ എന്ന്. ഈ ജേഴ്സി പശുക്കൾ ഉണ്ടല്ലോ സ്വിസ് ക്രോസ് ആണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാല് നൽകുന്ന പശുക്കൾ എന്ന് പറയുന്നത് ഹോൾസ്റ്റൈൻ ഫിഷസ് എന്ന് വിളിക്കുന്ന HF എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന പശുക്കളാണ്. ലിറ്റർ കണക്കിന് പാല് തരുന്ന HF പശുക്കൾ. ആ HF പശുക്കൾ പൂർണ്ണമായും സ്വിസ് ബ്രീഡാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, ലോകത്ത് അങ്ങോളം ഇങ്ങോളം നല്ല ഉൽപാദന ശേഷിയുള്ള പശുക്കളെല്ലാം ഒന്നുകിൽ സ്വിസ് ബ്രീഡ്, അല്ലെങ്കിൽ സ്വിസ് ടെക്നോളജി, അല്ലെങ്കിൽ സ്വിസ് ക്രോസ്. ഇതാണ് സംവിധാനം. മാത്രമല്ല വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ, പാലിൽ നിന്ന് വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളായി ചോക്ലേറ്റുകൾ, സ്വിസ് ചോക്ലേറ്റുകൾ, ദ മോസ്റ്റ് പ്രീമിയം ചോക്ലേറ്റ്സ് ഇൻ ദ വേൾഡ്, ലോകത്ത് അങ്ങോളം ഇങ്ങോളം കയറ്റി വെച്ച് ഇഷ്ടംപോലെ വരുമാനം ഉണ്ടാക്കുന്നു. രണ്ടാമത്തത് സ്വിറ്റ്സർലൻഡ് ടൂറിസം, സഞ്ചാരികളുടെ പറദീസ. ഒരു ടൂറിസം ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡ് പോയില്ലെങ്കിൽ എന്താണ് യഥാർത്ഥ ടൂറിസം എന്ന് അറിയില്ല എന്നാണ് പറയപ്പെടുന്നത്. സൗന്ദര്യത്തിന്റെ അത്ര പ്രകൃതി സൗന്ദര്യത്തിന്റെ മനോഹാരിത സ്വിസ് ഭൂപടത്തിൽ അങ്ങനെ ഒരു വരുമാനം തനിയെ ഉണ്ടാക്കി തരികയാണ്. സന്ദർശിക്കാൻ ചെയ്യുന്ന ആളുകളൊക്കെ ചെലവാക്കുന്നു, വരുമാനം വരുന്നു. മൂന്നാമത്തത് ബാങ്കിങ്. സ്വിസ് ബാങ്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? പത്രമാധ്യമങ്ങളിൽ കൂടിയൊക്കെ സമയാസമയത്ത് സ്വിസ് ബാങ്കുകളെ കുറിച്ച് പറയാറുണ്ട്. ഫേമസ് എന്നതിനേക്കാൾ ഉപരി നൊട്ടോറിയസ് എന്ന് പറയേണ്ടി വരും. കുപ്രസിദ്ധി ആർജിച്ച ബാങ്കിങ് സംവിധാനം. രഹസ്യ സ്വഭാവമുണ്ട് ഇതിന്. ആ രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ സമയാസമയത്ത് ഇതിന് കുപ്രസിദ്ധിയാണ് സംഭവിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഓരോ രാജ്യത്തിനും ഇതൊരു ബാക്ക് ബോൺ ഉണ്ട്. ഇതറിഞ്ഞിട്ട് ഞങ്ങൾ സാധാരണക്കാർക്ക് എന്താ കാര്യം? എന്താ കാര്യമോ? ശ്രദ്ധിച്ചോളൂ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് കഥ കേൾക്കുന്നില്ലല്ല, ഇതെങ്ങനെ തീരുമാനം എടുക്കാൻ ഉപയോഗിക്കുന്നു, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിച്ചോളൂ. സങ്കല്പിക്കൂ, സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് ഇന്ത്യ രാജ്യത്ത് മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രഗ് മാനുഫാക്ചറിങ് കമ്പനികൾക്കൊക്കെ കെമിക്കൽ കോമ്പിനേഷൻ വരുന്നെന്ന് വിചാരിക്കുക. സാങ്കല്പിക ഉദാഹരണം, സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് ഇന്ത്യ രാജ്യത്തെ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് വേണ്ട കെമിക്കൽ കോമ്പിനേഷൻ വരേണ്ടത്. സ്വിറ്റ്സർലൻഡിൽ പെട്ടെന്ന് പക്ഷികൾക്കും പശുക്കൾക്കും മൃഗങ്ങൾക്കൊക്കെ ഒരു പനി പിടിച്ചു, വൈറസ്. നമുക്കൊക്കെ പാൻഡമിക് വന്ന പോലെ ഭയങ്കര ഡേഞ്ചറസ് ആയ വൈറസ്. അതുകൊണ്ട് സ്വിറ്റ്സർലൻഡ് പെട്ടെന്ന് അതിരുകൾ അടച്ചു, ബോർഡേഴ്സ് ഒക്കെ എല്ലാം ക്ലോസ് ചെയ്തു. അത് വന്നതോടുകൂടി ഇന്ത്യ രാജ്യത്തേക്കുള്ള കെമിക്കൽ കോമ്പിനേഷൻ വരില്ല എന്ന് മനസ്സിലായി. ഈ വാർത്ത വരലും സെക്കൻഡിന്റെ ഞൊടിയിടയിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ മരുന്ന് കമ്പനികളുടെ ഒക്കെ ഷെയർസ് എല്ലാം കുത്തനെ താഴേക്ക് പോയി. ആദ്യമായി കാലങ്ങളോളം പഠിച്ചു മനസ്സിലാക്കി സ്വരുക്കൂട്ടി സമ്പാദ്യമൊക്കെയായി ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഷെയർസ് വാങ്ങി കച്ചവടത്തിലേക്ക് ഇറങ്ങിയ ആളെ സംബന്ധിച്ച് ആദ്യമായി ആൾ മാർക്കറ്റിൽ പോയ ദിവസമാണ് സംഭവിച്ചത്. കുത്തനെ ഷെയർസ് ഒക്കെ താഴേക്ക് പോയി. പാവം ആള് പേടിച്ചുപോയി. പേടിച്ചുകൊണ്ട് നേരെ അടുത്തുള്ളവർ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഷെയർസ് ഒക്കെ താഴേക്ക് പോകുന്നത്? ആർക്കും അറിയില്ല. ഉടനെ റിസർച്ചിൽ വിളിച്ചു, സാർ ഈ കമ്പനി ഷെയർസ് ഒക്കെ താഴേക്ക് പോവാണ്, എന്തു പറ്റി? ഉടനെ പറഞ്ഞു, അതോ സ്വിറ്റ്സർലൻഡില് പശുക്കൾക്കും പക്ഷികൾക്കൊക്കെ പനി പിടിച്ചു. ഇയാൾ ഷോക്കടിച്ചു. സ്വിറ്റ്സർലൻഡിൽ പശുവിനും പക്ഷികൾക്കും പനി പിടിച്ചാൽ ഞാൻ ഈ കമ്പനി ഷെയർസ് വാങ്ങിയിട്ട് എന്ത് ബന്ധം? ഉടനെ എക്സ്പേർട്ട് പറഞ്ഞു, അതോ സാർ, സ്വിറ്റ്സർലൻഡിൽ നിന്ന് കെമിക്കൽ കോമ്പിനേഷൻ വന്നാലാണ് ഈ കമ്പനികൾക്ക് മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. മരുന്ന് ഉൽപ്പാദനം നടക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, കമ്പനിക്ക് പ്രശ്നം വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ആളുകളൊക്കെ ഷെയർസ് വിൽക്കാൻ തീരുമാനിച്ചു. അതാണ് കുത്തനെ താഴേക്ക് പോയതെന്ന്.
ഈ പാവം മനുഷ്യൻ ഇത് കേട്ടിട്ട്, അയ്യോ, എൻ്റെ ഒരു കഷ്ടകാലമുള്ള ദിവസം, എൻ്റെ സമയം ഇതേവരെ ആയിട്ടില്ല, പല വിശ്വാസങ്ങൾ അതിന്റെ ഭാഗമായി ഉള്ളതൊക്കെ കച്ചവടം നടത്തി മതി, എനിക്ക് മതിയായി, വീട്ടിൽ പോയി. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുത്താലേ സംഭവിക്കാലെന്ന്. അല്ല, നിങ്ങൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലും പോകണ്ട. സങ്കല്പിക്കൂ, നിങ്ങൾ ചെറിയൊരു ഗ്രാമപ്രദേശത്ത്, ഏറ്റവും റിമോട്ട് ഗ്രാമപ്രദേശത്ത് അച്ഛനും അമ്മയും മക്കളൊക്കെ ആയിട്ട് ചെറിയൊരു കുടുംബജീവിതം പോകുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരം ഒരിക്കലും ജീവിതത്തിൽ സഞ്ചരിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അതാണ് നിങ്ങളുടെ ജീവിതചര്യ എന്ന് വിചാരിക്കുക. നിങ്ങൾ വീട്ടിൽ പ്രായമായ ആളുകൾക്ക് വേണ്ട മരുന്ന് വാങ്ങാൻ വേണ്ടി അടുത്തുള്ള ഫാർമസി ചെന്നു. തലേ ദിവസം വരെ 10 രൂപയ്ക്ക് വാങ്ങിയിരുന്ന മരുന്ന് പിറ്റേ ദിവസം 20 രൂപ. ഉടനെ നിങ്ങൾ ചോദിച്ചു, എന്താ ഇരട്ടി പൈസ? ഫാർമസിസ്റ്റ് പറഞ്ഞു, അതോ സ്വിറ്റ്സർലൻഡിൽ പശുക്കൾക്കൊക്കെ പനി പിടിച്ചു എന്ന്. നാട്ടും പുറത്തുകാരനെ നിങ്ങളെ സംബന്ധിച്ച് ഒരു കാരണവശാലും ധരിക്കാൻ പറ്റിയില്ല. താനെന്താ ആളെ കളിയാക്കുക? മരുന്ന് വാങ്ങാൻ ചെന്നപ്പോ സ്വിറ്റ്സർലൻഡിൽ പനി പിടിച്ചു പക്ഷികൾക്ക്, അതും ഇതായിട്ട് എന്ത് ബന്ധം? ഉടനെ ഫാർമസിസ്റ്റ് പറഞ്ഞു, വേണമെങ്കിൽ വാങ്ങിയിട്ട് പോക്കോട്ടോ, നാളെ ഇത് കിട്ടുകൂടിയില്ല. മരുന്നിന്റെ കാര്യമല്ലേ, 10 അല്ല 20 അല്ല, എന്തും നമ്മൾ മുടക്കും. അങ്ങനെ മരുന്ന് വാങ്ങാൻ പോയതിനെ ബാധിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, മരുന്ന് വാങ്ങാൻ പോയാലേ സംഭവിക്കാന്ന്. മരുന്നും വാങ്ങാൻ പോകണ്ട. പിന്നെയോ, തലേ ദിവസം സ്റ്റോക്ക് മാർക്കറ്റിലെ ഷെയർസിന്റെ വില കുത്തനെ താഴെ പോന്ന് കയ്യിലെ പൈസ നഷ്ടപ്പെട്ടവൻ പിറ്റേ ദിവസം ഷോക്ക് അടിച്ചു പോയി. എന്താ കാര്യം? പിറ്റേ ദിവസം ഇതേ കമ്പനി ഷെയർസ് എല്ലാം കുത്തനെ മുകളിലേക്ക് പോകുന്നു. ഇയാൾക്ക് ദഹിക്കാനേ പറ്റും, ഇതെന്ത് വെറുതെ മുകളിൽ പോക്കേറി പോവാണ്. ഉടനെ എക്സ്പേർട്ടിനെ വിളിച്ചു, സാർ, ഈ കമ്പനി ഷെയർസ് ഒക്കെ മുകളിലേക്ക് പോകുന്നു, അതെന്താ കാര്യം? ഉടനെ പറഞ്ഞു, അതോ സ്വിറ്റ്സർലൻഡിലെ പശുവിനും പക്ഷിക്കും പനി പിടിച്ചു എന്ന്. എല്ലാ പിടുത്തം വിട്ടു. അതോടുകൂടി, താനല്ലേ ഇന്നലെ പറഞ്ഞത് താഴേക്ക് പോയതിന് കാരണം പനി പിടിച്ചതാണ് പക്ഷികൾക്കും പശുവിനൊക്കെ, ഇന്നെന്താ ആളെ കളിയാക്കുക? ഉടനെ പറഞ്ഞു, അതല്ല സാർ, ഇന്നലെ മരുന്ന് കമ്പനികൾക്ക് കെമിക്കൽ കിട്ടില്ല, അതുകൊണ്ട് അവർ ഉൽപാദനം മുടങ്ങിപ്പോകുമെന്ന് വിചാരിച്ച് ആളുകൾ ഷെയർസ് വിറ്റപ്പോ എല്ലാം കുത്തനെ താഴേക്ക് പോയി. പിന്നെ ഇന്നെന്താ സംഭവിച്ചത്? ഉടനെ പറഞ്ഞു, ആ മരുന്ന് കമ്പനി 10 രൂപയ്ക്ക് വിട്ട മരുന്ന് ഇപ്പോൾ 20 രൂപയ്ക്കാണ് വിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ അവരുടെ ലാഭം ഇരട്ടി ലാഭമാകും തിരിച്ചറിഞ്ഞപ്പോ ഒരുപാട് ആളുകൾ ഈ കമ്പനി ഷെയർസ് വാങ്ങാൻ തിരക്ക് കൂട്ടിയപ്പോ ഷെയർസിന്റെ എല്ലാം എല്ലാം കുത്തനെ പോയിന്ന് മുകളിലേക്ക്. ഒരേ വാർത്ത ഒരു സംഭവത്തിന്റെ വില താഴേക്ക് കൊണ്ടുപോയി, അതേ വാർത്ത അതേ സംഭവത്തിന്റെ വില മുകളിലേക്ക് കൊണ്ടുപോയി. അല്ലാതെ ഇങ്ങനെ പോകുന്നില്ല സുഹൃത്തുക്കളെ. സമയാസമയത്ത് വ്യത്യസ്തമായ വാർത്തകൾ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ഇത് വരുന്നതാണ് ലോകത്തുള്ള എല്ലാ സമ്പദ് വ്യവസ്ഥയും ബാധിക്കുന്നത്, എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നത്. അല്ലാതെ എവിടെയോ എന്തോ സംഭവിച്ചു ഈ രാജ്യത്ത് ഇത് ഇവിടെ മാത്രം, അങ്ങനെയല്ല. ലോകത്ത് അങ്ങോളം ഇങ്ങോളം ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് ഇന്നത്തെ എല്ലാ കച്ചവടങ്ങളും നടക്കുന്നത്. എല്ലാ ക്രയവിക്രയങ്ങളുടെ അടിസ്ഥാനം തുടങ്ങുന്ന അവിടെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയക്രമത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകണം. എന്ത് സമയത്തെക്കുറിച്ച്? വാർത്തകൾ വരുന്ന സമയത്തെക്കുറിച്ച്. വാർത്തകൾ വരുന്ന സമയം, ആ സമയം നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ ഉണ്ടാകണം. നിങ്ങൾ കച്ചവടം എന്ത് കച്ചവടം ആവട്ടെ, ഗാർമെന്റ് എക്സ്പോർട്ട് ആവാം, മാനുഫാക്ചറിങ് ആകാം, സ്റ്റോക്ക് മാർക്കറ്റ് ആകാം, എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ ഉണ്ടാകണം. നിങ്ങൾ എന്ത് ഐറ്റം കച്ചവടം ചെയ്യുന്നതിന് മുമ്പും ടൈം ഫ്രെയിമുകൾ. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് ടൈം ഫ്രെയിമിന്റെ നോട്ട്സ് അയച്ചു തരും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഇത് നന്നായി മനസ്സിലാക്കി പോകണം, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായ തീരുമാനം എടുക്കും. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ടൈം ഫ്രെയിമുകളെ കുറിച്ചാണ്. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫണ്ടമെന്റൽ പാർട്ട് 2 എന്ന നോട്ട്സ് ആണ് അയച്ചു തരിക. ആ പേജിന്റെ അതിലെ ഏറ്റവും ലാസ്റ്റ് പേജിലാണ് ടൈം ഫ്രെയിം കൊടുത്തിരിക്കുന്നത്. ഈ ടൈം ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ ടൈമിലാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഓരോ രാജ്യത്ത് താമസിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമയത്തിലാണ് ഈ സമയക്രമം എന്ന് തിരിച്ചറിയണം. നോട്ട്സ് ഞാൻ അയച്ചു തരും, പക്ഷെ എങ്കിലും നിങ്ങൾ കുറിച്ചെടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കുറിച്ചെടുത്തേക്കുക. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുഹൃത്തുക്കളെ, ശനി ഞായർ മാർക്കറ്റ് അവധി.
ശനി ഞായർ മാർക്കറ്റ് അവധിക്ക് ശേഷം തിങ്കളാഴ്ച മാർക്കറ്റ് തുറക്കും. ലോകക്രമത്തിലാണ് പറയുന്നത്. ഇന്ത്യൻ സമയത്തിൽ രാവിലെ 5:30 ജപ്പാൻ മാർക്കറ്റ് തുറക്കുന്നത്. 5:30 AM ജപ്പാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 6:30 ഇന്ത്യ സമയം 6:30 രാവിലെ ഹോങ്കോങ്ങും സിംഗപ്പൂർ ഓപ്പൺ ചെയ്യും. അപ്പോൾ ലോകം മുഴുവൻ പറയും ഏഷ്യ ഓപ്പണായിന്ന്. ജപ്പാൻ, ഹോങ്കോങ്, സിംഗപ്പൂർ ഈ മൂന്നെണ്ണം തുറക്കുമ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഏഷ്യ ഓപ്പണായി. എന്ത് കാര്യം? ഏഷ്യയിലെ സാമ്പത്തിക മേഖലയിലെ കച്ചവട മേഖലയിൽ പഴയകാലം മുതലേ ഏറ്റവും വലിയ മാർക്കറ്റ് വ്യവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്ന 3 രാജ്യങ്ങൾ. അതുകൊണ്ടാണ് ഈ സമയത്ത് ഏഷ്യ ഓപ്പൺ എന്ന് പറയുക. 6:30 ആകുമ്പോൾ ഹോങ്കോങ്ങും സിംഗപ്പൂറും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ 1 മണിക്കൂർ വളരെ സജീവമായ മാർക്കറ്റ് ടൈമാണ്. പിന്നെ ആ തീരുമാനം എടുക്കുക, യഥാർത്ഥ തീരുമാനം എടുക്കുക സെഷനൊക്കെ വരാൻ പോകുന്നുള്ളൂ കേട്ടോ. പിന്നെ നടക്കുന്നത് 11:30 ഇന്ത്യൻ സമയം രാവിലെ 11:30 സുഹൃത്തുക്കളെ ജർമ്മനി ഓപ്പൺ ചെയ്തു. 11:30 ജർമ്മനി ഓപ്പൺസ്. അതുകൊണ്ട് നമുക്ക് എന്താ പ്രശ്നം? ജർമ്മനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് തുടർച്ചയായി 12:30 UK ഓപ്പൺ ചെയ്യും. ഇത് രണ്ടും തുറന്നാൽ ലോകം മുഴുവൻ ചർച്ചയും. യൂറോപ്പ് ഓപ്പണായി. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പങ്കെടുത്തവർ, അനുഭവ പരിചയമുള്ള പലരും കൂട്ടത്തിലുണ്ടാകും. സാധാരണ പറയും രാവിലെ 9:30 മാർക്കറ്റ് തുടങ്ങി, എല്ലാം നോർമലായിരുന്നു, 11:30 ആയപ്പോൾ വെറുതെ ഒരു ഓട്ടായിരുന്നു എന്ന്. എല്ലാ ദിവസവും 11:30 ആകുമ്പോൾ ഒരു തിളച്ചു മറയിലാണ്. എന്താ ഒരു പിടുത്തം കിട്ടുന്നില്ല എന്ന്. പിടുത്തൊന്നും കിട്ടാനില്ല. യൂറോപ്പ് തുറക്കുന്നതിന്റെ ഭാഗമായി യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയിലെ കച്ചവടക്കാരുടെ സ്വഭാവത്തിന് കണക്കാക്കി ഏഷ്യൻ കച്ചവടക്കാർ കൂടി അന്ന് പെരുമാറുന്നു. പിന്നെ മാർക്കറ്റ് ഒരു തിളച്ചു മറിഞ്ഞ അവസ്ഥയാണ്. 12:30 UK തുറക്കുന്നു. അപ്പോഴേക്ക് സജീവമായി. 11:30 ജർമ്മനി, 12:30 UK. പിന്നെയോ 1:30 അടുത്ത ഇൻസിഡന്റ് എന്ന് പറയുന്നത് 1:30 ജപ്പാൻ ക്ലോസസ്. ഇന്ത്യ സമയം ഉച്ചയ്ക്ക് 1:30 ജപ്പാൻ മാർക്കറ്റ് അടയ്ക്കും. 5:30 തുടങ്ങി 1:30. 2:30 ഹോങ്കോങ്, സിംഗപ്പൂർ അടയ്ക്കുന്നു. അതോടുകൂടി ഏഷ്യ ഒഴിവായി എന്ന് പറയും. 2:30 കൊണ്ട് നിർണായകമായ സമയമാണ്. ഏഷ്യ ഒഴിവാകുമ്പോൾ പിന്നെന്ത് സംഭവിക്കുക? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ സാധാരണ 2:30 ആകുമ്പോൾ ദിശ മാറുക, സ്പീഡ് കൂടുക, എന്തൊക്കെയോ സംഭവിക്കുക, ദിശ മാറും. പിന്നെ അടുത്ത സമയം ഇന്ത്യ സമയം 6 മണി US ജനറൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 7 മണി US സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. പിന്നെ തളച്ചു മറയാണ് സുഹൃത്തുക്കളെ. ക്രിപ്റ്റോ മാർക്കറ്റിലും കൊമോഡിറ്റി മാർക്കറ്റിലൊക്കെ പങ്കെടുത്തവർക്കറിയാം, ഇന്ത്യൻ സമയം ഒരു വൈകുന്നേരം 6-6:30 മണിയായാൽ മാർക്കറ്റ് തീ പിടിച്ചതുപോലെ ഓട്ടാണ്, ഭ്രാന്തമായ ഓട്ടം. വേറൊന്നുമല്ല, പ്രശ്നം ഒറ്റൊന്നേ ഉള്ളൂ. US മാർക്കറ്റ് തുറക്കുന്ന സമയത്തുള്ള ഹൈലി വോളറ്റൈൽ സിറ്റുവേഷൻ, മാർക്കറ്റ് സിറ്റുവേഷൻ സഹിച്ചേ പറ്റുള്ളൂ. അതാണ് ആ മാർക്കറ്റിന്റെ പ്രത്യേകത. പക്ഷെ അതിനെ കൃത്യമായി തരണം ചെയ്യാൻ പറ്റുന്ന സംവിധാനം വരുന്നു. സമയക്രമം അറിഞ്ഞാലേ എന്ത് തീരുമാനം എടുക്കുന്നു പറയാൻ പറ്റുള്ളൂ. പിന്നെ 7:30 രാത്രി 7:30 ജർമ്മനി ക്ലോസസ്, 8:30 UK ക്ലോസസ്. 7:30 ജർമ്മനിയും 8:30 UK അടയ്ക്കും. അതോടുകൂടി യൂറോപ്പ് ഒഴിവായി. പിന്നെ US മാർക്കറ്റ് മാത്രമാണ് ആ സമയത്ത് വർക്ക് ചെയ്യുന്നത്, സജീവമാകുന്നത്. 8:30 മുതൽ US ഡോമിനന്റ് ആണ്. US ഡോമിനന്റ് രാത്രി 12 മണിക്കും 1 മണിക്കുമായി US മാർക്കറ്റും അടയ്ക്കും. പിന്നെ മാർക്കറ്റ് ഇല്ല എന്നാണോ? അല്ല. അതേ സമയത്ത് ഈ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ സ്വാഭാവികമായും ന്യൂസിലൻഡ് അപ്പോഴേക്ക് തുറന്നിട്ടുണ്ടാകും, വർക്ക് ചെയ്യുന്നുണ്ടാകും. ഓസ്ട്രേലിയ പ്രവർത്തിക്കുന്നുണ്ടാകും. അത് കഴിയുമ്പോഴേക്ക് ജപ്പാൻ തുറന്നു, പിന്നെയും യൂറോപ്പ് തുറന്നു. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് മാർക്കറ്റ് അടയ്ക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് തുറക്കും. ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 24 മണിക്കൂർ മാർക്കറ്റ്. അതിന്റെ ഗുണം എന്താ? നിങ്ങൾ പല രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണ്, പലതരം ജോലി ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ജോലിയെ ബാധിക്കാതെ, നിങ്ങളുടെ സമയക്രമത്തെ ബാധിക്കാതെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഉചിതമായ സമയത്ത് ഒരവസരം കിട്ടും. അതാണ് അതിന്റെ മെറിറ്റ്. ഉചിതമായ സമയത്ത് ഒരു അവസരം കിട്ടുമെന്ന്. അതിനേക്കാൾ വലിയ മെറിറ്റ് എന്താണ് വേണ്ടത്? അത് കൃത്യമായി ഉപയോഗിക്കാനും പറ്റും. ഈ സമയക്രമം ഉണ്ടായി, സമയക്രമ ഫിംഗർ ടിപ്സിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായാൽ തീരുമാനം എടുക്കുന്ന പ്രോസസ്. സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും പറയാണ്, ഒരു ദിവസം 5 മിനിറ്റാണ് പരമാവധി വേണ്ടത്. 5 മിനിറ്റിന് പകരം 6ാമതൊരു മിനിറ്റ് നിങ്ങൾ സമയം ചെലവഴിച്ച് ശരിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ പോകും. കിട്ടുമെന്നല്ല പറഞ്ഞത്, പോകും. അത്ര സിസ്റ്റമാറ്റിക്ക സുഹൃത്തുക്കളെ മാർക്കറ്റ് പ്രവർത്തന രീതി. ഒരു ദിവസം 5 മിനിറ്റിൽ കൂടുതൽ ചെലവഴിക്കില്ല എന്ന്. സുഹൃത്തുക്കളെ, ചോദ്യം നിങ്ങളോടാണ്. ഒരു ദിവസം 5 മിനിറ്റിൽ കൂടുതൽ ഈ പഠിപ്പിച്ചെന്ന് തരുന്ന സംവിധാനം ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുമോ? ഹലോ, ആരുല്ലേ?
5 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ പ്രോമിസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് പ്രോമിസ് ചെയ്യാൻ പറ്റും. അടുത്ത 5 വർഷം കഴിയുമ്പോഴും 10 വർഷം കഴിയുമ്പോഴും റിയൽ ബിസിനസ്സിൽ നിങ്ങൾ സ്ഥിരമായി ലാഭം ഉണ്ടാക്കി പോകുന്നവരായിരിക്കും. സ്ഥിരമായി, എല്ലാ ദിവസവും എന്നല്ല പറഞ്ഞത് കേട്ടോ. കച്ചവടം ചെയ്യാൻ പാടില്ലാത്ത ദിവസങ്ങളുണ്ട്, അപകടമുണ്ടാകുമെന്ന് ഉറപ്പുള്ള ദിവസങ്ങളുണ്ട്. അതിന് മാറി നിൽക്കണം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എക്കണോമിക് കലണ്ടർ എന്നൊരു ഭാഗം ഫസ്റ്റ് ദിവസം കാണിച്ചു തന്നു, വാർത്തകൾ വരുന്നത്. ആ വാർത്തകൾ വരുന്ന സമയക്രമം ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് തന്ന ടൈം ഫ്രെയിം, ഈ ടൈം ഫ്രെയിമും മേജർ ഫൈവ്സ് എന്ന് വിളിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ബാക്ക് ബോൺ എന്ത്, ആ തരം അതുകൂടി കോർത്തിണക്കി എന്നിട്ടാണ് ഫണ്ടമെന്റൽ സൈഡിലേക്ക് തീരുമാനം എടുക്കാൻ വരിക. അങ്ങനെ ഫണ്ടമെന്റൽ തീരുമാനം എടുക്കുന്ന സമയത്ത് ടെക്നിക്കൽ ചാർട്ട് നോക്കുന്നു. ഫണ്ടമെന്റലിനെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ടെക്നിക്കലെങ്കിൽ ശരിയായ തീരുമാനം, ഉറപ്പിക്കാൻ പറ്റുന്ന തീരുമാനം. അല്ലയോ തീരുമാനം മാറ്റം നമ്മൾ ഒഴിവാക്കണം, കച്ചവടം ചെയ്യണ്ട. കച്ചവടം ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലല്ലോ. ഉറപ്പുള്ള അവസരങ്ങളെ മാത്രം ലാഭകരമായ അവസരമായി പ്രഖ്യാപിക്കുക. അതിനു വേണ്ട ക്ഷമ ഉണ്ടാകണം. ഒരു ദിവസം 5 മിനിറ്റിൽ താഴെ എന്നതാണ് നിയമം. 5 മിനിറ്റ് ഏതെന്നത് കൃത്യമായി തരും കേട്ടോ, യാതൊരു സംശയമില്ല. സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ 9 മണിക്കുള്ള റിവിഷൻ സെഷൻ നടത്താൻ പറ്റിയില്ല. പക്ഷേ 2 മണിക്കുള്ള റിവിഷൻ കൃത്യമായി നടത്തിയിട്ടുണ്ട്. ഇതേപോലെ നാളെ ശനിയാഴ്ചയാണല്ലോ, ഒരുപാട് പേർക്ക് അവധിയൊക്കെ ഉണ്ടാകും. നാളെ ട്രേഡ് പരീക്ഷിച്ച് നോക്കണ്ട കേട്ടോ, മാർക്കറ്റ് അവധി ആയതുകൊണ്ട് ട്രേഡ് നടക്കില്ല. അപ്പോൾ നാളെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നടത്താൻ, ഒന്നുകൂടി റിവിഷൻ നടത്താൻ, ടോട്ടൽ റിവിഷൻ 5ാമത്തെ സെഷനാണല്ലോ ഇത്. 5 മണിക്കൂർ തുടർച്ചയായി, രാവിലെ 9 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്കും 5 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള സെഷനാണ്. അപ്പൊ നിങ്ങൾക്ക് സമയം സമ്മതിക്കുമെങ്കിൽ ഫുൾ സെഷൻ പങ്കെടുക്കേണ്ടവർക്ക് അങ്ങനെ, മിസ്സായ ഭാഗം മാത്രം കേൾക്കേണ്ടവർക്ക് അങ്ങനെ, ഇഷ്ടമുള്ള രീതിയിൽ ആ റിവിഷൻ സെഷൻ നടത്തി പോകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 1 മണിക്കൂറിന് മുകളിൽ സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇതേ സെഷൻ തന്നെ ആവർത്തനം നാളെ രാവിലെ 11:30 വൈകുന്നേരം 4 മണിക്കും ഇതേ ലിങ്കിൽ നടക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഒഫീഷ്യലി നിർത്തുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റിവിഷൻ വേണമെന്ന് വിചാരിക്കുക, ഈ ഒരു സമയത്ത് പറ്റില്ല എങ്കിലും നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്താൽ മതി. അത് നടത്താനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.